പ്രശ്നങ്ങളിലും ബോധപൂർവം സംഘർഷമുണ്ടാക്കി രാഷ്ട്രീയ ലാഭം കൊയ്യാനാണ് യൂത്ത് കോൺഗ്രസിന്റെ ശ്രമമെന്ന് മന്ത്രി സജി ചെറിയാൻ. പ്രശ്നങ്ങളെ പക്വതയോടെ സമീപിക്കുന്നതാണ് സർക്കാർ നയമെന്നും മന്ത്രി. സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പിൽ മാറ്റം. 3 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. ബംഗാൾ ഉൾക്കടലിൽ ആന്ധ്ര ഒഡീഷ തീരത്ത് ചക്രവാത ചുഴി രൂപപ്പെട്ടു. നമസ്കാരം. വാർത്തകൾ വിശദമായി. എല്ലാ പ്രശ്നങ്ങളിലും ബോധപൂർവം സംഘർഷമുണ്ടാക്കി രാഷ്ട്രീയ ലാഭം കൊയ്യാനാണ് യൂത്ത് കോൺഗ്രസിന്റെ ശ്രമമെന്ന് മന്ത്രി സജി ചെറിയാൻ. പ്രശ്നങ്ങളെ പക്വതയോടെ സമീപിക്കുന്നതാണ് സർക്കാർ നയമെന്നും മന്ത്രി പറഞ്ഞു. തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആലപ്പുഴ കാർത്തികപ്പള്ളി ഗവൺമെന്റ് സ്കൂളിന്റെ മേൽക്കൂര തകർന്ന സംഭവത്തിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് സ്കൂളിലേക്ക് നടത്തിയ മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചതിലായിരുന്നു മന്ത്രിയുടെ പ്രതികരണം. സംഭവത്തിൽ വീഴ്ചയുണ്ടെങ്കിൽ നിയമാനുസൃത നടപടി സ്വീകരിക്കുന്നതിന് സർക്കാർ എതിരല്ല. ഇതിലെല്ലാം രാഷ്ട്രീയം കലർത്തുന്നത് ശരിയായ രീതിയുമല്ല. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള രാഷ്ട്രീയവൽക്കരണമാണിതെന്നും മന്ത്രി കുറ്റപ്പെടുത്തി. സ്കൂളിലെ കുഞ്ഞുങ്ങൾ ഭക്ഷണം കഴിക്കുന്ന പാത്രം വരെ എടുത്തെറിയുക, തല്ലിപ്പൊട്ടിക്കുക. എന്തിനാണ് ആംബുലൻസ് തടഞ്ഞത്? ഇപ്പൊ കേരളത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. ആ തെരഞ്ഞെടുപ്പിൽ 10 സീറ്റ് കിട്ടണം, അല്ലെ അധികാരത്തിൽ വരുമെന്നുള്ള ആഗ്രഹം. അതിന്റെ ഭാഗമായി എല്ലാ പ്രശ്നങ്ങളെയും രാഷ്ട്രീയവൽക്കരിക്കുകയാണ്. അതൊരു തെറ്റായ ഒരു ആറ്റിറ്റ്യൂഡാണ്. നമുക്ക് നാട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കത്തില്ല, എപ്പോഴും പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കും. അതൊക്കെ നിയമാനുസൃതം നടപടി. ഇനി വീഴ്ച ഉണ്ടെങ്കിൽ ആ വീഴ്ച ചൂണ്ടിക്കാണിക്കുക. ഗവൺമെന്റിന്റെ ഭാഗത്ത് വീഴ്ച ഉണ്ട്, ചൂണ്ടിക്കാണിക്കുക. അത് പരിഹരിക്കുക എന്നുള്ളതിലെ വേറെ മാർഗ്ഗമില്ലല്ലോ. അതിനുള്ള നിയമപരമായ കാര്യങ്ങൾ നടത്തേണ്ടത് ഗവൺമെന്റാണ്. ആ ഉത്തരവ് നിർവഹിക്കുക. പക്ഷേ ഇപ്പൊ കേരളത്തിൽ നടക്കുന്ന എല്ലാ പ്രശ്നത്തെയും രാഷ്ട്രീയവൽക്കരിച്ച് മുദ്രാവാക്യം വിളിച്ച് പോലീസുമായിട്ട് ഏറ്റുമുട്ടി സംഘർഷം ഉണ്ടാക്കുന്ന സമീപനം ഒട്ടും ശരിയായ രീതിയല്ലെന്നാണ് ആ പ്രശ്നത്തിൽ എൻ്റെ അഭിപ്രായം. അപ്പോൾ ബോധപൂർവമായി സംഘർഷം ഉണ്ടാക്കി രാഷ്ട്രീയമായി എന്തെങ്കിലും ലാഭം ഉണ്ടാക്കാൻ കഴിയുമോ എന്നതാണ്. അതിന് അതിൻ്റെ തിക്താനുഭവം അവർക്ക് അനുഭവിക്കേണ്ടി വരും. അവരെ തിരിച്ചടി അവർക്ക് കിട്ടും. കാരണം ജനങ്ങൾ എല്ലാ കാലത്തും എപ്പോഴും ഈ കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു നാടല്ല കേരളം. വെള്ളാപ്പള്ളിയോട് വ്യക്തിപരമായ സൗഹൃദവും സ്നേഹവും എപ്പോഴുമുണ്ട്. പക്ഷേ അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങളിൽ പാർട്ടിയുടെ നിലപാടാണ് തന്റേതെന്നും സജി ചെറിയാൻ വ്യക്തമാക്കി. അദ്ദേഹവുമായി വ്യക്തിപരമായ സൗഹാർദ്ദവും സ്നേഹവും ഞങ്ങൾക്കെല്ലാം ഉണ്ട്. അദ്ദേഹത്തിൻ്റെ പല പ്രവർത്തനങ്ങളോടും യോജിപ്പുണ്ട്. ആ യോജിപ്പെല്ലാം ഉള്ളപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ പരാമർശങ്ങളെ സംബന്ധിച്ച് പാർട്ടിയുടെ നിലപാട് എന്താണെന്ന് മാത്രമേ എനിക്കറിയേണ്ട കാര്യമുള്ളൂ. പാർട്ടി പറയുന്നതിനപ്പുറം എനിക്കൊരു നിലപാടുണ്ട്. അപ്പോൾ പാർട്ടി അതിനെപ്പറ്റി അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ഇനി ആവശ്യമുണ്ടെങ്കിൽ കൂടുതലായി പാർട്ടി പറയും. TCV തൃശൂർ. പുതുക്കാട് ടച്ചിങ്സിനെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്ന് ബാർ ജീവനക്കാരനെ യുവാവ് കുത്തിക്കൊലപ്പെടുത്തി. എരുമപ്പെട്ടി നെല്ലുവായ് സ്വദേശി 62 വയസ്സുള്ള ഹേമചന്ദ്രനാണ് കൊല്ലപ്പെട്ടത്. ഇന്നലെ രാത്രിയായിരുന്നു സംഭവം. സംഭവത്തിൽ അളഗപ്പനഗർ സ്വദേശി സിജോയെ മണിക്കൂറുകൾക്കകം പുതുക്കാട് പോലീസ് പിടികൂടി. ഞായറാഴ്ച ഉച്ചയ്ക്ക് ബാറിലെത്തിയ യുവാവ് നിരന്തരം ടച്ചിങ്സ് വാങ്ങിച്ചതിനെ ചൊല്ലി ജീവനക്കാരുമായി തർക്കമുണ്ടായിരുന്നു. പ്രകോപിതനായ യുവാവ് ജീവനക്കാരെ വെല്ലുവിളിച്ചാണ് ബാറിൽ നിന്നും ഇറങ്ങിപ്പോയത്. ഈ തർക്കത്തിൽ കൊല്ലപ്പെട്ട ഹേമചന്ദ്രൻ ഇടപെട്ടില്ലായിരുന്നു. ബാർ അടച്ചതിനു ശേഷം സമീപത്തെ തട്ടുകടയിൽ നിന്നും ചായ കുടിച്ച ഹേമചന്ദ്രൻ തിരിച്ച് ബാറിലേക്ക് കയറുന്നതിനിടെയായിരുന്നു ആക്രമണം. ബാറിന്റെ ഗേറ്റ് അടയ്ക്കുന്നതിനിടെ ഹേമചന്ദ്രനെ പിന്തുടർന്ന യുവാവ് യാതൊരു പ്രകോപനവും ഇല്ലാതെ കത്തികൊണ്ട് കഴുത്തിൽ കുത്തി ഓടിപ്പോവുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ ഹേമചന്ദ്രനെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പിന്നെ വൈകിട്ട് വന്നിരുന്ന ആള് വേറൊരു വേഷം തലയിൽ കെട്ടും ഇതൊക്കെ ആയിട്ട് വന്നത്. അപ്പം എന്നിട്ട് പിന്നെ ആള് ലാസ്റ്റ് വെള്ളം എടുക്കാൻ വന്നതാണ് ആള് ഹേമേന്ദ്രൻ. അപ്പം ഗേറ്റ് കടക്കുന്നതോടുകൂടെ കുത്തിയിരിക്കുന്നത്. കാരണം ആളുടെ കയ്യിൽ നിന്ന് കുപ്പി വീട്ടി കളഞ്ഞ് എൻ്റെ പേര് പറഞ്ഞ് വിളിക്കണു. അപ്പം ഞാൻ ഈ ഗ്ലാസ് തുറന്ന് റിസപ്ഷൻ്റെ ഡോർ തുറന്ന് ചെന്ന് അദ്ദേഹം പിടിച്ചുകൊണ്ടിരുന്ന ഇവിടെ ഇരുന്നില്ല. ആള് സ്റ്റാഫിനെ വിളിക്കാൻ പറഞ്ഞ ആള്
പറഞ്ഞപ്പോൾ ഞാൻ അങ്ങോട്ട് പോയി. പക്ഷെ ആളെൻ്റെ കൂടെ തന്നെ ഈ രക്തം ഇങ്ങനെ തള്ളി വരിക. കൊടുങ്ങല്ലൂർ ഗുരുവായൂർ റൂട്ടിലെ സ്വകാര്യ ബസ് സമരം പിൻവലിച്ചു. കളക്ടറേറ്റിൽ ADMുമായി നടത്തിയ ചർച്ചയെ തുടർന്നാണ് സമരം പിൻവലിച്ചത്. ദേശീയപാതയുടെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ചായിരുന്നു പണിമുടക്ക്. 75ഓളം സ്വകാര്യ ബസ്സുകളാണ് സർവീസ് നിർത്തിവെച്ചത്. റോഡിന്റെ ശോചനീയാവസ്ഥ മൂലം സർവീസ് നടത്താൻ കഴിയാത്ത സ്ഥിതിയാണെന്ന് ബസ് ഉടമകൾ കുറ്റപ്പെടുത്തി. മഴ മാറിയ ശേഷം ടാറിംഗ് പൂർത്തിയാക്കുമെന്ന് ഉറപ്പ് ലഭിച്ചതായി ചർച്ചയ്ക്ക് ശേഷം ബസ് ഉടമകൾ പറഞ്ഞു. അടിയന്തരമായി കുഴികൾ നികത്തി റോഡ് സഞ്ചാരയോഗ്യമാക്കുമെന്ന് ADM ഉറപ്പ് നൽകിയതായും ബസ് ഉടമകൾ പറഞ്ഞു. തിരുവില്ലാമല പഞ്ചായത്തിന്റെ ശുചിത്വ ഗ്രാമം പവിത്ര ഗ്രാമം പദ്ധതി പാളി. മാലിന്യമുക്തമായ തിരുവില്ലാമല എന്ന ലക്ഷ്യത്തോടെ 2021 ആരംഭിച്ച പദ്ധതിയാണ് ശുചിത്വ ഗ്രാമം പവിത്ര ഗ്രാമം എന്ന പദ്ധതി. എന്നാൽ കേരളത്തിന്റെ കൈത്തറി ഗ്രാമം എന്നറിയപ്പെടുന്ന കുത്താമ്പുള്ളി കൈത്തറി ഗ്രാമത്തിൽ ജനവാസ കേന്ദ്രത്തിൽ മാലിന്യം കുമിഞ്ഞുകൂടുകയാണ്. കുത്താമ്പുള്ളി പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന്റെ തൊട്ടടുത്താണ് ഈ മാലിന്യ കൂമ്പാരം എന്നതും ശ്രദ്ധേയമാണ്. ജലസ്രോതസ്സിന് സമീപമുള്ള ഈ മാലിന്യ കൂമ്പാരത്തിൽ നിന്നും പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കാനും തെരുവുനായ്ക്കളുടെ വർധനവിനും ഈ മാലിന്യമല കാരണമാകുന്നുണ്ട്. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശേഖരിക്കുവാൻ ഹരിതകർമ്മസേന വാർഡിൽ പ്രവർത്തനമുണ്ടെങ്കിലും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ അടക്കമുള്ളവ കൂട്ടിയിട്ട് കത്തിക്കുന്നത് ഇവിടെയാണ്. കൈത്തറി വസ്ത്രങ്ങളുടെ മനോഹാരിത തേടി പ്രതിദിനം നൂറുകണക്കിന് ആളുകൾ വന്നുപോകുന്ന കൈത്തറി ഗ്രാമത്തിൽ പകർച്ചവ്യാധിക്ക് സാഹചര്യം വർദ്ധിക്കുമ്പോഴും അധികൃതർ മൗനത്തിലാണെന്ന് ആക്ഷേപമുണ്ട്. TCV ന്യൂസ്, തിരുവില്ലാമല. തൃശൂർ കണ്ണംകുളങ്ങരയിൽ 3.5 കിലോ കഞ്ചാവുമായി ഇതര സംസ്ഥാന തൊഴിലാളിയെ എക്സൈസ് ഇന്റലിജൻസും തൃശൂർ എക്സൈസ് റേഞ്ച് ടീമും സംയുക്തമായി നടത്തിയ റെയ്ഡിൽ പിടികൂടി. ഒഡീഷ സ്വദേശി മണിനായ്ക്കാണ് പിടിയിലായത്. വിൽപ്പനയ്ക്കായി എത്തിച്ച മുന്തിയ ഇനം ഗജപതി സ്പെഷ്യൽ എന്നറിയപ്പെടുന്ന കഞ്ചാവ് എക്സൈസ് സംഘം പിടിച്ചെടുത്തു. എക്സൈസ് ഇന്റലിജൻസ് ഇൻസ്പെക്ടർ AB പ്രസാദ്, റേഞ്ച് ഇൻസ്പെക്ടർ സുധീർ, പ്രിവന്റിംഗ് ഓഫീസർമാരായ TJ രഞ്ജിത്ത്, ഉമ്മർ, ഗിരീഷ് തുടങ്ങിയവർ പ്രതിയെ പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു. സംസ്ഥാനത്ത് സ്വകാര്യ ബസ്സുകൾ നാളെ മുതൽ അനിശ്ചിതകാല പണിമുടക്കും. സംയുക്ത സമരസമിതിയാണ് പണിമുടക്കിന് ആഹ്വാനം ചെയ്തത്. വിദ്യാർത്ഥികളുടെ യാത്രാ നിരക്ക് വർധനവിലും പെർമിറ്റ് പുതുക്കുന്നതിലും അനുകൂല തീരുമാനമുണ്ടാക്കാത്തതിനെ തുടർന്നാണ് പണിമുടക്ക്. ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ കഴിഞ്ഞ ദിവസം ബസ് ഉടമകളുമായി നടത്തിയ ചർച്ചയിൽ ധാരണയിലെത്തിയതിനെ തുടർന്നാണ് സമരം. ധാരണയിലെത്താത്തതിനെ തുടർന്നാണ് സമരം. ചർച്ചയ്ക്ക് പിന്നാലെ ബസ് ഓപ്പറേറ്റേഴ്സ് ഫോറം പണിമുടക്കിൽ നിന്നും പിന്മാറിയിരുന്നു. എന്നാൽ മറ്റ് സംഘടനകൾ പണിമുടക്കുമായി മുന്നോട്ട് പോകാനാണ് തീരുമാനം. വിദ്യാർത്ഥികളുടെ കൺസെഷൻ നിരക്ക് കൂട്ടുക, വ്യാജ കൺസെഷൻ കാർഡ് തടയുക, ദീർഘദൂര ലിമിറ്റഡ് സ്റ്റോപ്പ് അടക്കമുള്ള മുഴുവൻ പെർമിറ്റുകളും അതേപടി പുതുക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഈ മാസം 8-ന് സ്വകാര്യ ബസ്സുകൾ സൂചനാ സമരം നടത്തിയിരുന്നു. അതേസമയം സമരം ഒത്തുതീർപ്പാക്കാൻ ഇന്ന് വൈകിട്ട് ബസ് ഉടമകളുമായി ഗതാഗത മന്ത്രി വീണ്ടും ചർച്ച നടത്തും. സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പിൽ മാറ്റം. കനത്ത മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ 3 ജില്ലയിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട്. തൃശൂർ ഉൾപ്പെടെ 11 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ബംഗാൾ ഉൾക്കടലിൽ ആന്ധ്ര, ഒഡീഷ തീരത്ത് ചക്രവാത ചുഴി രൂപപ്പെട്ടു. ഈ മാസം 25-ന് ജില്ലയിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. നെൽകർഷകരോടുള്ള സംസ്ഥാന സർക്കാരിന്റെ മനോഭാവത്തിന് യാതൊരു മാറ്റവും ഉണ്ടായില്ലെന്നും അവഗണന തുടരുകയാണെന്നും കേരള കോൺഗ്രസ് ഡെപ്യൂട്ടി ചെയർമാൻ തോമസ് ഉണ്ണിയാടൻ പറഞ്ഞു. കേരള കോൺഗ്രസ് മുരിയാട് മണ്ഡലം സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംഭരിച്ച നെല്ലിന്റെ പണം നാളുകൾ പിന്നിട്ടിട്ടും കർഷകർക്ക് കൊടുത്തു തീർക്കാൻ സർക്കാർ ഇപ്പോഴും തയ്യാറായിട്ടില്ല. നെൽകർഷകർ ഉയർത്തിയ പ്രശ്നങ്ങൾ പരിഹാരമില്ലാതെ നീളുകയാണ്. ഈ പ്രശ്നത്തിൽ കേരള കോൺഗ്രസ് നടത്തിവരുന്ന സമരം തുടരുമെന്ന് ഡെപ്യൂട്ടി ചെയർമാൻ അറിയിച്ചു. മണ്ഡലം പ്രസിഡന്റ് ND പോൾ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി മിനി മോഹൻദാസ്, നിയോജക മണ്ഡലം പ്രസിഡന്റ് റോക്കി ആളൂക്കാരൻ, സേതുമാധവൻ പറയംവളപ്പിൽ, സതീഷ് കാട്ടൂർ, തോമസ് ഇല്ലിക്കൽ, IP പോൾ, സുരേഷ് ബാബു എന്നിവർ സംസാരിച്ചു. എനിക്ക് വലിയ സന്തോഷമുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ എല്ലാവരും തന്നെ നമ്മുടെ സമ്മേളനത്തിൽ പങ്കുചേരുന്നുണ്ട്. VS അച്യുതാനന്ദന്റെ ആരോഗ്യനില അതീവ ഗുരുതരം. മുഖ്യമന്ത്രി പിണറായി വിജയൻ, CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്, മുതിർന്ന കോൺഗ്രസ് നേതാവ് VM സുധീരൻ എന്നിവർ തിരുവനന്തപുരത്തെ SUT ആശുപത്രിയിലെത്തി VS അച്യുതാനന്ദനെ സന്ദർശിച്ചു. മെഡിക്കൽ ബോർഡുകളുമായി കൂടിക്കാഴ്ച നടത്തി.
നാട്ടിക ചെമ്മാപ്പിള്ളി കടവിനടുത്ത് തൃപ്രയാർ പുഴയിൽ സ്ത്രീയുടെ മൃതദേഹം കണ്ടെത്തി. ആളെ തിരിച്ചറിഞ്ഞിട്ടില്ല. പുഴയിലേക്ക് ചാഞ്ഞു കിടന്നിരുന്ന മരത്തിന്റെ കൊമ്പിൽ തടഞ്ഞുകിടക്കുന്ന രീതിയിലായിരുന്നു മൃതദേഹം. സമീപത്തെ വീട്ടുകാരാണ് മൃതദേഹം ആദ്യം കണ്ടത്. തുടർന്ന് വലപ്പാട് പോലീസിൽ വിവരം അറിയിച്ചു. ഫയർഫോഴ്സ് എത്തി മൃതദേഹം പുറത്തെടുത്തു. മൃതദേഹം തൃശൂർ മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റി. ചേലക്കരയിൽ സഹോദരന്മാരായ പോലീസ് ഉദ്യോഗസ്ഥർ തമ്മിൽ നടന്ന അടിപിടിയിൽ ഇരുവർക്കും സസ്പെൻഷൻ. പഴയന്നൂർ SI ആയിരുന്ന പ്രദീപും വടക്കാഞ്ചേരി സ്റ്റേഷനിലെ സ്പെഷ്യൽ ബ്രാഞ്ച് SI ദിലീപും തമ്മിലാണ് അടിപിടി നടന്നത്. തൃശൂർ ജില്ലാ പോലീസ് മേധാവി R. ഇളങ്കോ നേരിട്ട് നടത്തിയ അന്വേഷണത്തിലാണ് നടപടി. ഒരു ഇടവേളയ്ക്ക് ശേഷം കൊടുങ്ങല്ലൂർ താലൂക്കിൽ വീണ്ടും പനി പടരുന്നു. നൂറുകണക്കിന് ആളുകളാണ് ദിവസവും പനിക്ക് ചികിത്സ തേടുന്നത്. കൊടുങ്ങല്ലൂർ താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയിൽ OP വിഭാഗത്തിൽ മാത്രം ദിവസവും 20-ലധികം പേർ പനിബാധിതരായി ചികിത്സ തേടിയെത്തുന്നുണ്ട്. പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾ, സ്വകാര്യ ആശുപത്രികൾ, ക്ലിനിക്കുകൾ എന്നിവിടങ്ങളിൽ ചികിത്സയ്ക്കെത്തുന്നവരും നിരവധിയാണ്. ആശുപത്രിയിൽ എത്താത്ത വീടുകളിൽ കഴിയുന്നവരുടെ എണ്ണം കൂടിച്ചേരുന്നതോടെ പനിബാധിതരുടെ എണ്ണം ഇരട്ടിയിലേറെയാകും. ചൂണ്ടൽ കുറ്റിപ്പുറം സംസ്ഥാന പാതയിൽ അക്കിക്കാവ് വാട്ടർ ടാങ്കിന് സമീപം പൈപ്പ് സ്ഥാപിക്കാത്തതിനടുത്ത് കുഴിയിലേക്ക് മിനി ലോറി മറിഞ്ഞു. കുന്നംകുളത്ത് നിന്നും പട്ടാമ്പി ഭാഗത്തേക്ക് പോവുകയായിരുന്ന ആക്രി സാധനങ്ങൾ കയറ്റിയ മിനി ലോറിയാണ് മറ്റൊരു വാഹനത്തിന് സൈഡ് കൊടുക്കുന്നതിനിടെ സമീപത്തെ കുഴിയിലേക്ക് മറിഞ്ഞത്. മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ചാണ് കുഴിയിലേക്ക് മറിഞ്ഞ ലോറി 1.5 മണിക്കൂറിന് ശേഷം പുറത്തെടുത്തത്. മേഖലയിലെ പൈപ്പ് സ്ഥാപിക്കൽ ജോലി അടിയന്തരമായി ഉടൻ പൂർത്തിയാക്കണമെന്ന് വെൽഫെയർ പാർട്ടി കുന്നംകുളം മണ്ഡലം കമ്മിറ്റി അധികാരികളോട് ആവശ്യപ്പെട്ടു. തൃശൂരിൽ മകളെ പീഡിപ്പിച്ച കേസിൽ അഭിഭാഷകനായ പിതാവ് പിടിയിൽ. പേരാമംഗലം പോലീസ് സ്റ്റേഷൻ മണലൂർ സ്വദേശിയാണ് പേരാമംഗലം പോലീസിന്റെ പിടിയിലായത്. കാലങ്ങളായി ഇയാൾ 7 വയസ്സുകാരിയായ മകളെ പീഡിപ്പിച്ചിരുന്നു. ഇയാൾക്കെതിരെ പോക്സോ ചുമത്തി കേസെടുത്തു. റോഡിലെ കുഴികൾ അടയ്ക്കണമെന്നാവശ്യപ്പെട്ട് BJP തൃശൂർ കോർപ്പറേഷനിലെ 100 കേന്ദ്രങ്ങളിൽ സമരം നടത്തി. BJP വെസ്റ്റ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃശൂർ പടിഞ്ഞാറേക്കോട്ടയിൽ നടത്തിയ സമരം BJP ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് രഘുനാഥ് C. മേനോൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് Dr. V. ആതിര, മേഖലാ വൈസ് പ്രസിഡന്റ് ബിജോയ് തോമസ്, മുരളീനാഥ് തുടങ്ങിയവർ സംസാരിച്ചു. ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഇനിയും കോർപ്പറേഷനകത്ത് ഞങ്ങളുടെ ജീവനെടുക്കുന്ന കുഴികൾക്കെതിരെ BJP തൃശൂർ ഈസ്റ്റ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാറമേക്കാവ് ക്ഷേത്രത്തിന് മുന്നിൽ പ്രതിഷേധ സമരം നടത്തി. BJP സംസ്ഥാന സെക്രട്ടറി MV ഗോപകുമാർ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് വിപിൻ ഐനിക്കുന്നത്ത് അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ PK ബാബു, മുരളി കോളങ്ങാട്ട്, വിൻസി അരുൺകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. റോഡപകടങ്ങളും മരണങ്ങളും തുടർന്നിട്ടും ജില്ലാ ഭരണകൂടത്തിന്റെയും മേയറുടെയും മൗനം തികച്ചും ക്രൂരതയാണെന്ന് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് പറഞ്ഞു. റോഡുകളുടെ ശോചനീയാവസ്ഥയ്ക്കും ഗതാഗതക്കുരുക്കിനുമെതിരെ ജില്ലാ വ്യാപകമായി കോൺഗ്രസ് നടത്തുന്ന സമരത്തിന്റെ ഭാഗമായി തൃശൂർ പുഴയ്ക്കൽ ജംഗ്ഷനിൽ നടന്ന പ്രതിഷേധം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മണ്ഡലം പ്രസിഡന്റ് K. സുരേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ A. പ്രസാദ്, രാജൻ പല്ലൻ, സിജോ കടവിൽ, ബൈജു വർഗീസ്, രതി താണിക്കൽ എന്നിവർ സംസാരിച്ചു. മുല്ലശ്ശേരി കൂമ്പുള്ളി പാലത്തിനുമേൽ അപകട ഭീഷണിയായി സ്വകാര്യ ടെലിഫോൺ കമ്പനിയുടെ പൈപ്പ് ലൈൻ. കഴിഞ്ഞ ഒരാഴ്ചയായി പാലത്തിലൂടെ സഞ്ചരിക്കുന്ന വാഹനങ്ങൾക്ക് അപകട ഭീഷണിയായി പൈപ്പ് റോഡിലേക്ക് വീണ് കിടക്കുകയാണ്. 100 കണക്കിന് വാഹനങ്ങളാണ് ദിവസവും ഇതിലൂടെ യാത്ര ചെയ്യുന്നത്. റോഡിലേക്ക് വീണ് കിടക്കുന്ന പൈപ്പ് ഡ്രൈവർമാരുടെ ശ്രദ്ധയിൽപ്പെടാതെ അപകടങ്ങൾക്ക് കാരണമാകും. അപകട സാധ്യതയുള്ള പൈപ്പ് ലൈൻ എത്രയും പെട്ടെന്ന് മാറ്റി സ്ഥാപിക്കണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം. ഇടവേള. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് #1 ബ്രോഡ്ബാൻഡ് സർവീസ്.
എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരമുണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരമുണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരമുണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തയിലേക്ക്. മുൻ മുഖ്യമന്ത്രി വി.എസ്. അച്യുതാനന്ദൻ അന്തരിച്ചു. തിരുവനന്തപുരത്തെ SUT ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് അന്ത്യം. മുഖ്യമന്ത്രി പിണറായി വിജയൻ, CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്, മുതിർന്ന കോൺഗ്രസ് നേതാവ് VM സുധീരൻ തുടങ്ങിയവർ തിരുവനന്തപുരത്തെ SUT ആശുപത്രിയിലെത്തി വി.എസ്. അച്യുതാനന്ദനെ സന്ദർശിച്ചു. കഴിഞ്ഞ 29 ദിവസമായി വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. 2006 മുതൽ 2011 വരെയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്നത് വി.എസ്. അച്യുതാനന്ദൻ. 2016 മുതൽ 2021 വരെ സംസ്ഥാന ക്യാബിനറ്റ് റാങ്കോടെ കേരളത്തിലെ ഭരണ പരിഷ്കരണത്തിന്റെ ചെയർമാനായി അദ്ദേഹം സേവനമനുഷ്ഠിച്ചു. 15 വർഷം പ്രതിപക്ഷ നേതാവായി സേവനമനുഷ്ഠിച്ച അദ്ദേഹം കേരള നിയമസഭയിൽ ഏറ്റവും കൂടുതൽ കാലം പ്രതിപക്ഷ നേതാവായി സേവനമനുഷ്ഠിച്ച വ്യക്തിയായിരുന്നു. കേരള ചരിത്രത്തോടൊപ്പം സഞ്ചരിച്ച ജീവിതമായിരുന്നു വി.എസ്. അച്യുതാനന്ദന്റേത്. ഉജ്ജ്വല സമരങ്ങൾ നയിച്ച് കേരളത്തിന് വഴികാട്ടിയ ജനകീയ നേതാവ്. അതിൽ പ്രധാനമായിരുന്നു പുന്നപ്ര വയലാർ സമരം. ഒക്ടോബർ 24 പുന്നപ്രയിലും 27 വയലാറിലുമുണ്ടായ രക്തച്ചൊരിച്ചിലിൽ എത്ര പേർ മരിച്ചെന്ന് ഇന്നും കൃത്യമായ കണക്കില്ല. തിരുവിതാംകൂർ ദിവാന്റെ പട്ടാളവുമായുള്ള തൊഴിലാളികളുടെ പോരാട്ടത്തിനെ മുന്നിൽ നിന്ന് നയിച്ച നായകൻ. വാരിക്കുന്തവും കോടാലിയും കരിങ്കല്ലുമായി ഏറ്റുമുട്ടുമ്പോൾ തൊഴിലാളികളുടെ നെഞ്ചിന് നേരെ പാഞ്ഞു വന്നത് വെടിയുണ്ടകളായിരുന്നു. സമരത്തിലെ മുന്നണി പോരാളികളിൽ ഒരാളായിരുന്നു വി.എസ്. പാർട്ടി നിർദ്ദേശപ്രകാരം ആലപ്പുഴയിലെത്തിയ വി.എസ്. നിരവധി ക്യാമ്പുകൾക്ക് നേതൃത്വം നൽകി. രക്തരൂക്ഷിത സമരത്തിനൊടുവിൽ വി.എസ്. ദിവാൻ CP-യുടെ പോലീസിന്റെ പിടിയിലായി. തുടർന്ന് ക്രൂരമർദ്ദനമായിരുന്നു. ഇരുകാലുകളും ലോക്കപ്പിന്റെ അഴികളിലൂടെ പുറത്തേക്ക് വെച്ച് കാലുകളിൽ ലാത്തി കെട്ടിവെച്ച് മർദ്ദിച്ചു. പാർട്ടി നേതാക്കളെ കുറിച്ച് ചോദിച്ചായിരുന്നു മർദ്ദനം. തോക്കിന്റെ ബയണറ്റ് കാലിൽ കുത്തിയിറക്കി. പാദം തുളഞ്ഞപ്പോൾ വി.എസിനെ പോലീസുകാർ ആശുപത്രിയിൽ ഉപേക്ഷിക്കുകയായിരുന്നു. ഐതിഹാസികമായ പുന്നപ്ര വയലാർ സമരത്തിന്റെ തീക്ഷണാനുഭവങ്ങളിൽ നിന്നും കരുത്താർജിച്ച വി.എസ്. അനുഭവങ്ങളുടെ തീച്ചൂളകൾ ഏറെക്കടന്നാണ് കേരളത്തെ നയിക്കാവുന്ന നിലയിൽ നായക നിരയിലേക്കെത്തിയത്. വിട പറയുന്നത് പകരക്കാരനില്ലാത്ത നേതാവാണ്, കേരളത്തിന്റെ സ്വന്തം വി.എസ്. PCV, തൃശൂർ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കാർക്കശ മതിലുകളെ പൊളിച്ചടുക്കിയ വി.എസിന്റെ ജീവിതം സമരതീക്ഷണമായിരുന്നു. കടുത്ത ദാരിദ്ര്യത്തിൽ കെട്ടിപ്പൊക്കിയതായിരുന്നു അദ്ദേഹത്തിന്റെ പോരാട്ടം.
പോകാത്ത വിപ്ലവത്തിന്റെ ഓർമ്മകൾക്കൊപ്പമാണ്. ന്യൂസ് ഡെസ്ക് TCV. ഇപ്പോൾ വി എസിനെ അനുസ്മരിച്ച് കെ രാധാകൃഷ്ണൻ MP ചേരുന്നു. MP കെ രാധാകൃഷ്ണൻ ദീർഘകാലത്തെ ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ദീർഘകാലത്തൊരു ചികിത്സയ്ക്ക് ശേഷമാണ് ഇദ്ദേഹം മരണപ്പെടുന്നത്. അപ്പോൾ പ്രായത്തെ അനുസൃതമായിട്ട് MP കെ രാധാകൃഷ്ണൻ എങ്ങനെയാണ് VSനെ അനുസ്മരിക്കുന്നത്? ദീർഘകാലമായിട്ട് അസുഖബാധിതയായിരുന്നു. അദ്ദേഹത്തിന്റെ വേർപാട് തീർച്ചയായിട്ടും CPM-നും കേരളത്തിനും നമ്മുടെ രാജ്യത്തിനെല്ലാം വലിയ നഷ്ടമാണ്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ നമ്മുടെ നാടിന്റെ മാറ്റത്തിൽ വലിയ പങ്കാണ് വഹിച്ചത്. പ്രത്യേകിച്ചും തൊഴിലാളി വർഗത്തിന്റെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാക്കാൻ വേണ്ടിയാണ് അദ്ദേഹം ജീവിതകാലം മുഴുവൻ പ്രവർത്തിച്ചത്. അതോടൊപ്പം തന്നെ നാടിന്റെ വികസനത്തിനും പ്രയോജിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള വലിയ സംഭാവന നൽകിക്കൊണ്ടാണ് നമ്മൾ വിട്ടുപിരിയുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ വേർപാട് വലിയ ഒരു നഷ്ടമാണ്. തീർച്ചയായിട്ടും ചെറിയ പ്രായത്തിൽ തന്നെ കമ്മ്യൂണിസ്റ്റ് ആശയത്തിൽ ആകർഷണമാവുകയും ആ പ്രവർത്തനം ജീവിതകാലം മുഴുവൻ നടത്തുകയും അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ സമൂഹത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ തന്നെ കഴിയും എന്നുള്ള പ്രത്യേകതയുണ്ട്. നമ്മുടെ സാമൂഹിക രംഗത്ത് ഒരു കാലത്തുണ്ടായിരുന്ന ഒരുപാട് തിന്മകളുണ്ടായിരുന്നു. അത്തരം തിന്മകൾക്കെതിരായി കൊണ്ടുള്ള വലിയ പോരാട്ടമാണ് VS ഉൾപ്പെടെയുള്ള നേതാക്കൾ മുന്നോട്ട് വെച്ചത്. അതാണ് കേരളത്തിന്റെ സാമൂഹികത്തിൽ പ്രധാനമായിട്ടുള്ള ചലനമിച്ചിട്ടത്. ഒരുപാട് പീഡനങ്ങളും സഹിച്ചുകൊണ്ടാണ് സമൂഹത്തിന് മാറ്റത്തിന് വേണ്ടി അവരെല്ലാം പ്രവർത്തിച്ചത്. ഒരുപാട് പീഡനം സഹിക്കുമ്പോഴും അതിനെല്ലാം അതിജീവിക്കാനുള്ള മാനസികമായിട്ടുള്ള സ്ഥൈര്യം ഉണ്ടായത് കൃത്യമായി സമൂഹത്തെ വിലയിരുത്തുകയും അത് സമൂഹത്തിന് മുന്നോട്ട് പോകുന്നതിന് പ്രയാസം ശരിയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കുകയും ചെയ്താണ് VSന്റെ പ്രത്യേകത. നഗരം ഏറ്റവും താഴെത്തട്ടിൽ നിന്നാണ് അദ്ദേഹത്തിന്റെ ഉയർച്ച ഉണ്ടായത്. പ്രതികൂല സാഹചര്യങ്ങൾ നേരിട്ടുകൊണ്ടാണ് അദ്ദേഹം പ്രവർത്തനം. എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും മുറിച്ചു കടന്നുകൊണ്ടാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി വരെ ആ സ്ഥാനം വരെ അദ്ദേഹത്തിന് എത്താൻ വേണ്ടി കഴിഞ്ഞത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 1964 കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിരിഞ്ഞ് CPM ഉണ്ടായതിനു ശേഷം അതിന്റെ പ്രവർത്തനത്തിൽ അദ്ദേഹം നിർണായകമായിട്ടുള്ള ആണ് വഹിച്ചത്. അഭിവ്യക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് ഇറങ്ങി വന്ന അപൂർവം ചിലരിൽ അവശേഷിച്ചിരുന്ന ഒരു നേതാവാണ് പിതാവ് VS. 64 CPM രൂപം കൊണ്ടതിന് ശേഷം അദ്ദേഹം ആ സ്ഥാനത്തിന്റെ തലപ്പത്ത് തന്നെ എക്കാലത്തുണ്ടായിരുന്നു. CPM-നെ ഇന്ത്യയിലും കേരളത്തിലുമെല്ലാം വളർത്തിയെടുക്കാൻ വേണ്ടിയുള്ള വലിയ പ്രവർത്തനത്തിന് നേതൃത്വപരമായിട്ടുള്ള പങ്ക് അദ്ദേഹം വഹിക്കുകയുണ്ടായി. ഓരോ ഘട്ടം തരണം ചെയ്തുകൊണ്ടാണ് അദ്ദേഹം ഈ ഉയർന്നു വന്നത്. ഇദ്ദേഹം കേരളത്തിലെ പ്രതിപക്ഷ നേതാവ്, മുഖ്യമന്ത്രി തുടങ്ങിയ വിവിധ ഇടതുപക്ഷങ്ങളുടെ കൺവീനർ എന്ന നിലയിലൊക്കെ തന്നെ അദ്ദേഹം വലിയ സംഭാവനയാണ് നമുക്ക് നൽകിയത്. അദ്ദേഹത്തിന്റെ വേർപാട് തീർച്ചയായിട്ടും വലിയ നഷ്ടമാണ് നമുക്കുണ്ടാക്കിയിരിക്കുന്നത്. പ്രത്യേകിച്ച് ഞങ്ങളുടെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അത് വലിയ നഷ്ടമാണ്. അദ്ദേഹത്തിന്റെ ജീവിതം വലിയ പോരാട്ടത്തിന്റെ ജീവിതമാണ്.
അത് വരും തലമുറക്കെല്ലാം തന്നെ വലിയ മുതൽക്കൂട്ടായി മാറും എന്നത് സംശയമില്ല. അദ്ദേഹത്തിന്റെ ദീർഘസ്മരണകൾ കൊണ്ട് ഞാൻ ശിരസ് നമിക്കുകയാണ്. ഹലോ ഹലോ നന്ദി MP കെ രാധാകൃഷ്ണൻ. തികച്ചും MP പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഒരു വിയോഗം തന്നെ കേരളക്കരയ്ക്ക് തന്നെ തീരാ നഷ്ടമാണ്. കേരള ചരിത്രത്തോടൊപ്പം തന്നെ സഞ്ചരിച്ച ഒരു ജീവിതമായിരുന്നു VSന്റെ. എന്തായാലും അങ്ങയുടെ അനുസ്മരണത്തിന് നന്ദി കെ രാധാകൃഷ്ണൻ MP. മറ്റ് രാഷ്ട്രീയക്കാരിൽ നിന്ന് ഏറെ വ്യത്യസ്തമാണ് VS അച്യുതാനന്ദന്റെ പ്രസംഗ ശൈലി. കേരളം ഏറെ കാതോർത്ത ആ വാക്കുകൾ ഇനിയില്ല. കേസ് എത്ര? 31. എന്ത് കേസ്? അഴിമതിയിൽ പിടിക്കപ്പെടേണ്ട കേസ്. VSന്റെ പ്രസംഗ ശൈലി VSന് മാത്രം അവകാശപ്പെട്ടതാണ്. മറ്റ് നേതാക്കളെ പോലെ വടിവൊത്ത ഭാഷയിലല്ല, ആരും ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് VS പ്രസംഗിച്ചിരുന്നത്. വിമാനവും വാടകയ്ക്കെടുത്ത് മിസ്റ്റർ രാഹുൽ ഗാന്ധിക്ക് തിരുവനന്തപുരത്ത് ഈ ശംഖുമുഖം മൈതാനത്തേക്ക് വരേണ്ടിയിരുന്നില്ല. അദ്ദേഹം ഡൽഹിയിൽ ഇരുന്നു കൊണ്ട് നമ്മുടെ പാർട്ടിയുടെ സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനെ ഫോണിൽ വിളിച്ച് നിങ്ങളുടെ മദ്യനയം എന്താണ് എന്ന് ചോദിച്ചാൽ പോരായിരുന്നു. കർഷക തൊഴിലാളികളെ സംഘടിപ്പിക്കാൻ കുട്ടനാട്ടിലെത്തിയ VS തന്റെ ശൈലി പ്രത്യേകം രൂപപ്പെടുത്തുകയായിരുന്നു എന്ന് പറയുന്നു. ഏത് സാധാരണക്കാരനും മനസ്സിലാകും VSന്റെ പ്രസംഗം. നീട്ടിയും കുറുക്കിയുമുള്ള സംഭാഷണം. ചില വാക്കുകൾ വീണ്ടും വീണ്ടും ആവർത്തിക്കും. ഒപ്പം കൈകൊണ്ടും മുഖം കൊണ്ടും ശരീരം കൊണ്ടും ചില ആക്ഷനുകളും ഉണ്ടാകും. VSന്റെ ശൈലിയിലൂടെ വാക്കുകളുടെ മുനിയെറിഞ്ഞ നേതാക്കളും നിരവധിയാണ്. വിട പറയുമ്പോഴും കേരളത്തിന് മറക്കാനാവില്ല ആ ശൈലി. പൗരകാവലി വോട്ടർമാർ മാത്രമല്ല, കേരളത്തിലെമ്പാടുമുള്ള വോട്ടർമാർ ചിന്തിച്ചാൽ ചിരിച്ചു മണ്ണുകപ്പും. ന്യൂസ് ഡെസ്ക് TCV. ഭരണാധികാരിയായിരിക്കെ ഏത് വിഷയങ്ങളിലും ജനങ്ങൾക്കൊപ്പം നിന്ന് തീരുമാനമെടുത്ത വ്യക്തിയായിരുന്നു VS. താൻ എന്തിനു വേണ്ടി സമരം ചെയ്തുവോ അത് പ്രാബല്യത്തിൽ കൊണ്ടുവരികയാണ് 2006 മുഖ്യമന്ത്രി പദത്തിലെത്തിയ VS ചെയ്തത്. 2008 നെൽവയൽ തണ്ണീർത്തട നിയമം കൊണ്ടുവന്നു. നെൽവയൽ നികത്തുന്നതിന് നിയമപരമായി നിരോധിച്ച സമയം 2002-2005 കാലത്താണ് കേരളത്തിൽ സ്വതന്ത്ര സോഫ്റ്റ്വെയറിന്റെ വ്യാപനത്തിനു വേണ്ടിയുള്ള പോരാട്ടം ആരംഭിക്കുന്നത്. അതിന് നെടുനായകത്വം വഹിച്ചതും VS ആയിരുന്നു. 2006 അധികാരത്തിൽ വന്നപ്പോൾ സ്വതന്ത്ര സോഫ്റ്റ്വെയറിന്റെ വ്യാപനത്തിനു വേണ്ടി ഏറെ കാര്യങ്ങൾ അദ്ദേഹം തുടർന്നും ചെയ്തു. പ്രതിപക്ഷ നേതാവായിരിക്കെ സ്മാർട്ട് സിറ്റിക്കെതിരെ പ്രക്ഷോഭം നടത്തിയ VS മുഖ്യമന്ത്രിയായപ്പോൾ ആദ്യം ചെയ്ത ഒരു കാര്യം ആ കരാർ പൊളിച്ചെഴുതുകയായിരുന്നു. സംസ്ഥാനത്തിന് ഗുണകരമല്ലാത്ത പല പദ്ധതികൾക്കുമെതിരെ VS ശബ്ദമുയർത്തി. എതിരാളികൾ വികസന വിരോധിയെന്ന മുദ്രകുത്തി. UDFന്റെ സൂപ്പർ ഹൈവേ പദ്ധതിക്കെതിരെയും കടുത്ത നിലപാടെടുത്തു. കൊച്ചി മെട്രോ എന്ന സ്വപ്നം VSന്റേതു കൂടിയായിരുന്നു. മുഖ്യമന്ത്രിയായപ്പോൾ അതിനുള്ള നീക്കങ്ങളും VS നടത്തി. വികസനവും സുസ്ഥിര വികസനവും എന്താണെന്ന് VS ജനതയെ പഠിപ്പിച്ചു. ന്യൂസ് ഡെസ്ക് TCV.
കരുത്തുറ്റ സമര പോരാട്ടങ്ങളിലൂടെ ചരിത്രമെഴുതിയ നേതാവായിരുന്നു VS അച്യുതാനന്ദൻ. മുഖ്യമന്ത്രിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവുമായിരുന്ന VS അച്യുതാനന്ദൻ അന്തരിച്ചു. കൂടുതൽ വിവരങ്ങളുമായി മുകേഷ് ലാൽ ചേരുന്നു. അടയാളവാക്യമായ കേരള ചരിത്രത്തിൻ്റെ തന്നെ അധ്യായങ്ങളിൽ ജ്വലിക്കുന്ന സൂര്യനായ VS വിട പറഞ്ഞിരിക്കുന്നു. കേരളം ഭയത്തോടെ കാത്തിരുന്ന ആ വാർത്ത വന്നിരിക്കുന്നു. കഴിഞ്ഞ ജൂൺ 23-നാണ് ഹൃദയാഘാതത്തെ തുടർന്ന് പട്ടം SUT ആശുപത്രിയിൽ VS അച്യുതാനന്ദനെ പ്രവേശിപ്പിച്ചത്. പിന്നീട് കേരളത്തിലെ ഓരോ മലയാളിയിലും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള മലയാളിയുടെ എല്ലാം പ്രാർത്ഥനകളിൽ VS ഉണ്ടായിരുന്നു. കാരണം ഇന്ന് കാണുന്ന കേരളം രൂപീകരിക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ച വിപ്ലവ സൂര്യനെന്നോ ചന്താരകമെന്നോ എങ്ങനെ വിശേഷിപ്പിച്ചാലും മതിവരാത്ത ആ VS വിട പറയുമ്പോൾ ഓരോ മലയാളിയുടെയും ഉള്ളിൽ ഒരു കണ്ണുനീർത്തുള്ളി ഉണ്ടാകും. കാരണം 101-ാം വയസ്സിൽ വിട പറയുമ്പോൾ ആ വന്ധ്യവയോധികൻ കേരളത്തിൻ്റെ ഇന്ന് കാണുന്ന മാറ്റത്തിലേക്ക് എന്തെല്ലാം സംഭാവനകൾ ചെയ്തു എന്നുള്ളത് ജീവിച്ചിരിക്കുന്ന ഓരോ മലയാളിക്കും അറിയാം. ഓരോ കുട്ടികളും പഠിക്കേണ്ട ചരിത്രമാണ് VSൻ്റേത്. VS എന്തായിരുന്നു എന്നുള്ളത് ഇനിയുള്ള നാളുകളിലും കേരളം അറിയും. ഇതുപോലെ ഒരു നേതാവ് ഇനി വിട പറയാനില്ല. അത്രയേറെ കേരളം സ്നേഹിച്ച, ഞങ്ങളുടെ ചങ്കാണ്, ഞങ്ങളുടെ കരളിലാണ്, ഞങ്ങളുടെ ചങ്കിലാണ് VS എന്ന് പറയുന്ന, ഇത്രയേറെ ഉമ്മൻചാണ്ടിയെ പോലെ തന്നെ അത്രയേറെ ഹൃദയത്തോട് ചേർത്ത് സ്നേഹിക്കുന്ന ഒരു നേതാവിനെയാണ് കേരളത്തിന് നഷ്ടമായിരിക്കുന്നത്. വെന്റിലേറ്ററിലാണെങ്കിലും പിന്നീട് പോരാടിയ വഴികളിലെ ഊർജം എന്ന പോലെ, എക്കാലത്തെയും എന്ന പോലെ VS വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു വരും എന്ന ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷേ ആ പ്രതീക്ഷ നഷ്ടമായിരിക്കുന്നു. VS എങ്ങനെയാണ് ഓരോ ഹൃദയങ്ങളിലും ഇത്രയേറെ തീവ്രമായി നിലനിൽക്കുന്നത് എന്നുള്ളതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. കേരള ചരിത്രത്തിൽ അധസ്ഥിതരുടെയും അധീർതരുടെയും ഇടയിൽ നിന്ന് ഒരുപാട് ഉയരങ്ങളിലേക്ക് കേരളത്തിന് സമാനതകളില്ലാതെ മലയാളിയായി, മനുഷ്യനായി ജീവിക്കാൻ കേരളത്തെ മാറ്റിയ VS. സമീപ കാലങ്ങളിൽ വരെ അദ്ദേഹം എടുത്ത ഓരോ തീരുമാനങ്ങളും മനുഷ്യപക്ഷത്തായിരുന്നു, ജനപക്ഷത്തായിരുന്നു. ഏത് അധികാര കസേരയിലാണെങ്കിലും അദ്ദേഹം നെറുകേടുകളോട്, അഴിമതിയോട് എന്നും പോരാടിയിരുന്നു. അങ്ങനെയുള്ള VS വിട പറയുമ്പോൾ തീർച്ചയായും മലയാളം, കേരളം വേദനിക്കുകയാണ്, വിതുമ്പുകയാണ്. കണ്ണേ കരളയെ VS എന്ന് കേരളം മുഴുവൻ വിളിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ആ കാലം ഇന്നുമുണ്ട്. കണ്ണിലും കരളിലും കാത്തുവെച്ച് നെഞ്ചിൽ ഇന്നും നെഞ്ചോട് ചേർത്ത് വയ്ക്കുന്ന ആ VS അച്യുതാനന്ദൻ എന്ന വലിയ വ്യക്തി, ആ വലിയ ചന്താരകം, യുഗപുരുഷൻ എങ്ങനെ വേണമെങ്കിലും വിശേഷിപ്പിക്കാം. അത്രയേറെ മലയാള മനസ്സുകളിൽ ഔന്നത്യങ്ങളിലുള്ള ആ VS വിട പറയുമ്പോൾ മലയാളം വിതുമ്പുകയാണ്. ബുധനാഴ്ചയാണ് സംസ്കാരം. നാളെ രാവിലെ 9-ന് ദർബാർ ഹാളിൽ പൊതുദർശനത്തിന് വയ്ക്കും. VS വിട പറയും എന്ന് ഉറപ്പായ ആ വേളയിൽ മുഖ്യമന്ത്രിയും LDF കൺവീനറും എല്ലാം ആശുപത്രിയിലെത്തിയിരുന്നു. തുടർന്ന് അവർ അവസാനമായി കണ്ട് പിരിഞ്ഞതിന് ശേഷമാണ് അദ്ദേഹം വിട പറഞ്ഞു എന്നുള്ളത് ലോകം അറിയുന്നത്. ഇന്ന് വൈകിട്ട് മുതൽ പൊതുദർശനമുണ്ടാകും. നാളെ ദർബാർ ഹാളിൽ, ബുധനാഴ്ച സംസ്കാരം എന്നാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ തീരുമാനിച്ചിരിക്കുന്നത്. നാളെ രാവിലെ 9-നാണ് ദർബാർ ഹാളിൽ പൊതുദർശനം. തീർച്ചയായും അന്ത്യോപചാരമർപ്പിക്കാൻ ആയിരക്കണക്കിന് ആളുകൾ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അവിടേക്ക് ഒഴുകിയെത്തും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. സംസ്ഥാനം ദുഃഖാചരണത്തിലേക്കുണ്ടായിരിക്കും. എന്തായാലും അത് മുഖ്യമന്ത്രി തന്നെ പ്രഖ്യാപിക്കും. മുൻ മുഖ്യമന്ത്രി കൂടിയായ അദ്ദേഹത്തിൻ്റെ മരണത്തിനോട് അനുശോചനത്തിൻ്റെ ഭാഗമായി കരിങ്കൊടി ഉയർത്തിയിരിക്കുന്നു. സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ AKG സെൻറ്ററിലും പതാക താഴ്ത്തിക്കെട്ടിരിക്കുന്നു. ഇനിയും വരുന്ന മണിക്കൂറുകളിൽ അന്ത്യോപചാരം അർപ്പിക്കുന്നതിനെക്കുറിച്ചും പൊതുദർശനത്തിനെക്കുറിച്ചുമുള്ള വാർത്തകളെല്ലാം നമുക്ക് കൂടുതലായി എത്തിക്കാൻ സാധിക്കും. എന്തായാലും ആ യുഗപുരുഷൻ, ആ ചന്താരകം, വിപ്ലവ സൂര്യൻ വിട പറയുന്നു. കേരളം വിതുമ്പുന്നു. പ്രിയങ്ക. ശരി മുകേഷ് ലാൽ പറഞ്ഞതുപോലെ തന്നെ കേരള ചരിത്രത്തോടൊപ്പം തന്നെ സഞ്ചരിച്ച വ്യക്തിയാണ് VS എന്ന് പറയുന്നത്. കഴിഞ്ഞ 29 ദിവസമായി തന്നെ വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു VS. നിലവിൽ അദ്ദേഹത്തിന്റെ വിയോഗം കേരളക്കരയ്ക്ക് തന്നെ തീരാ നഷ്ടമാണ്. ആ വിപ്ലവ സൂര്യൻ ഇപ്പോൾ നിലവിൽ അസ്തമിച്ചിരിക്കുകയാണ്. നാളെ രാവിലെ 9 മണിക്കായിരിക്കും VSന്റെ പൊതുദർശനം. തുടങ്ങിയ വിവരങ്ങളാണ് മുകേഷ് ലാൽ നൽകിയത്.
സ്റ്റോറി അല്ലേ? പരിസ്ഥിതി പ്രേമിയായ നേതാവിനെയാണ് നാടിന് നഷ്ടമാവുന്നത്. മുഖ്യമന്ത്രിയായിരുന്നപ്പോഴും പ്രതിപക്ഷത്തായപ്പോഴും പരിസ്ഥിതിക്ക് വേണ്ടി പോരാടിയ ചരിത്രമാണ് VSനുള്ളത്. കേരള ചരിത്രത്തോടൊപ്പം സഞ്ചരിച്ച ജീവിതമായിരുന്നു VS അച്യുതാനന്ദന്റേത്. ഉജ്ജ്വല സമരങ്ങൾ നയിച്ച് കേരളത്തിന് വഴികാട്ടിയ ജനകീയ നേതാവ്. അതിൽ പ്രധാനമായിരുന്നു പുന്നപ്ര വയലാർ സമരം. ഒക്ടോബർ 24 പുന്നപ്രയിലും 27 വയലാറിലുമുണ്ടായ രക്തച്ചൊരിച്ചിലിൽ എത്ര പേർ മരിച്ചെന്ന് ഇന്നും കൃത്യമായ കണക്കില്ല. തിരുവിതാംകൂർ ദിവാന്റെ പട്ടാളവുമായുള്ള തൊഴിലാളികളുടെ പോരാട്ടത്തിനെ മുന്നിൽ നിന്ന് നയിച്ച നായകൻ. വാരിക്കുന്തവും കോടാലിയും കരിങ്കല്ലുമായി ഏറ്റുമുട്ടുമ്പോൾ തൊഴിലാളികളുടെ നെഞ്ചിന് നേരെ പാഞ്ഞു വന്നത് വെടിയുണ്ടകളായിരുന്നു. സമരത്തിലെ മുന്നണി പോരാളികളിൽ ഒരാളായിരുന്നു VS. പാർട്ടി നിർദ്ദേശപ്രകാരം ആലപ്പുഴയിലെത്തിയ VS നിരവധി ക്യാമ്പുകൾക്ക് നേതൃത്വം നൽകി. രക്തരൂക്ഷിത സമരത്തിനൊടുവിൽ VS ദിവാൻ CPയുടെ പോലീസിന്റെ പിടിയിലായി. തുടർന്ന് ക്രൂരമർദ്ദനമായിരുന്നു. ഇരുകാലുകളും ലോക്കപ്പിന്റെ അഴികളിലൂടെ പുറത്തേക്ക് വെച്ച് കാലുകളിൽ ലാത്തി കെട്ടിവെച്ച് മർദ്ദിച്ചു. പാർട്ടി നേതാക്കളെക്കുറിച്ച് ചോദിച്ചായിരുന്നു മർദ്ദനം. തോക്കിന്റെ ബയണറ്റ് കാലിൽ കുത്തിയിറക്കി. പാദം തുളഞ്ഞപ്പോൾ VSനെ പോലീസുകാർ ആശുപത്രിയിൽ ഉപേക്ഷിക്കുകയായിരുന്നു. ഐതിഹാസികമായ പുന്നപ്ര വയലാർ സമരത്തിന്റെ തീക്ഷണാനുഭവങ്ങളിൽ നിന്നും കരുത്താർജിച്ച VS അനുഭവങ്ങളുടെ തീച്ചൂളകൾ ഏറെക്കടന്നാണ് കേരളത്തെ നയിക്കാവുന്ന നിലയിൽ നായക നിരയിലേക്കെത്തിയത്. വിട പറയുന്നത് പകരക്കാരനില്ലാത്ത നേതാവാണ്, കേരളത്തിന്റെ സ്വന്തം VS. TCV തൃശൂർ. മുൻമന്ത്രി VS സുനിൽകുമാർ തത്സമയം ചേരുന്നു. സുനിൽകുമാർ, VSനെ ഇപ്പോൾ എങ്ങനെയാണ് ഓർത്തെടുക്കുന്നത്? സഖാവ് VSനെ നമ്മുടെ കാലം വിലയിരുത്താൻ പോകുന്നത് പാവങ്ങളുടെ പടത്തലവൻ എന്ന നിലയിൽ മാത്രമല്ല, നമ്മുടെ രാജ്യത്തിന്റെ ഒരു വിപ്ലവ പ്രസ്ഥാനത്തിന്റെ ഒരു യുഗമായി അല്ലെങ്കിൽ ഒരു കാലഘട്ടമായാണ് VS അടയാളപ്പെടുത്തി നമ്മുടെ മുമ്പിലൂടെ കടന്നു പോയിട്ടുള്ളത്. ആ VSനെ പറ്റി പറയുമ്പോൾ വ്യക്തിപരമായിട്ട് ഒരുപാട് മറക്കാൻ പറ്റാത്ത ഒരുപാട് അനുഭവങ്ങൾ എന്നെ സംബന്ധിച്ചിട്ടുണ്ട്. കാരണം VS മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത് ഞാൻ നിയമസഭയിൽ അദ്ദേഹത്തിന്റെ കൂടെ ആ നിയമസഭയിൽ ഉണ്ടായിരുന്ന ഒരാളാണ്. അതിനുശേഷം അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരിക്കുന്ന സമയത്ത് വളരെ സജീവമായി അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരിക്കുന്ന അദ്ദേഹത്തോടൊപ്പം കോടിയേരി ബാലകൃഷ്ണൻ പ്രതിപക്ഷ നേതാവും കൂടിയായിരിക്കുന്ന സമയത്ത് ഞാൻ CPIയുടെ പാർലമെന്ററി പാർട്ടി സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന ഒരവസരം ഉണ്ടായ ആ സന്ദർഭത്തിലാണ് VSന്റെ സമരോത്സുകത എന്താണെന്ന് നേരിട്ട് മനസ്സിലാക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുള്ളത്.
അതിനു മുമ്പ് ഉള്ള വി എസിനേക്കാളും എനിക്ക് ഭരണകക്ഷിയായിരുന്ന സമയത്തുള്ള വി എസിനേക്കാളും എനിക്ക് ഏറ്റവും അധികം അദ്ദേഹം പ്രിയപ്പെട്ടവരായിട്ട് മാറിയത് അദ്ദേഹത്തിന്റെ പ്രതിപക്ഷത്തിരിക്കുന്ന സന്ദർഭത്തിലായിരുന്നു. MLA ആവുന്നതിന് മുമ്പ് തന്നെ അതിന് മുമ്പ് ഉമ്മൻചാണ്ടി ഗവൺമെന്റ് കാലത്ത് അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരിക്കുന്ന സമയത്ത് ഞാൻ IVF സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുന്ന സമയത്ത് നടന്ന നിരവധി സമര കാലഘട്ടങ്ങളിൽ അദ്ദേഹവുമായി സംസാരിക്കാനും എനിക്കിപ്പോ ഓർമ്മയുള്ളൊരു കാര്യം, കുഞ്ഞാലിക്കുട്ടി പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് അന്ന് ഏറ്റവും ശക്തമായ സമരം നടത്തിയത് IVF നേതൃത്വത്തിലായിരുന്നു. അന്ന് അദ്ദേഹം എന്നെയും അതുപോലെ തന്നെ അജിതയും അന്ന് കോഴിക്കോട് ഗസ്റ്റ് ഹൗസിലേക്ക് വിളിച്ചു വരുത്തി ഞങ്ങളുമായി ഭാവിയിൽ നടത്തേണ്ട സമരത്തെ പറ്റി അദ്ദേഹം നടത്തിയ ചർച്ചകളും അദ്ദേഹം നിർദ്ദേശങ്ങളും എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റുന്ന കാര്യമല്ല. കാരണം അന്നൊരു യുവജന പ്രവർത്തകനായ എന്നെ സംബന്ധിച്ചിടത്തോളം ഇത്രയും വലിയൊരു മഹാനായ ഒരു മനുഷ്യൻ, അതൊരു വിപ്ലവകാരി നമ്മൾ വിളിച്ച് സംസാരിക്കുകയും രണ്ട് നിർദ്ദേശങ്ങൾ തരികയും ചെയ്യാന്ന് പറയുന്നതിൽ ഒരു അഭിമാനം എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റുന്ന കാര്യമല്ല. കാരണം IVF സംസ്ഥാന സെക്രട്ടറി ആയിരുന്നിട്ട് പോലും അദ്ദേഹം ഒരു പ്രത്യേകമായ ഒരു താല്പര്യം അന്ന് ഞങ്ങളോട് കാണിക്കുകയുണ്ടായി. പിന്നീട് അദ്ദേഹത്തോടൊപ്പം ഭരണകക്ഷിയിൽ ഇരുന്നുകൊണ്ട് അദ്ദേഹത്തോട് ഇരുന്ന് പ്രവർത്തിക്കുന്നതിനേക്കാളും എനിക്ക് ഏറ്റവും താല്പര്യം തോന്നിയത് അദ്ദേഹത്തോട് ഏറ്റവും അടുപ്പുണ്ടായത് എനിക്ക് പിന്നീട് അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരിക്കുന്ന സമയത്ത് പ്രതിപക്ഷത്തിലെ ഒരു MLA എന്ന നിലയിൽ പ്രവർത്തിക്കാൻ കഴിഞ്ഞ സന്ദർഭത്തിലായിരുന്നു. നിയമസഭയിലെ സംഘർഷഭരിതമായിട്ടുള്ള നിരവധി സന്ദർഭങ്ങളിൽ അടിയന്തര പ്രമേയം അവതരിപ്പിക്കുമ്പോഴും സഭയ്ക്കകത്തും പുറത്തും നടന്ന പ്രക്ഷോഭ സമരങ്ങളിലെല്ലാം VSനോടൊപ്പം നിൽക്കാനും VSന്റെ ആ പ്രവർത്തനങ്ങളിൽ പങ്കാളിയാവാനും കഴിയാന്ന് പറയുന്നത് ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. പലപ്പോഴും എനിക്കിപ്പോൾ ഓർമ്മ വരുന്നൊരു കാര്യം, നിയമസഭയ്ക്കകത്ത് നിയമസഭ സ്തംഭിപ്പിച്ച ശേഷം അന്ന് മുദ്രാവാക്യം വിളിച്ചു കൊടുത്തുകൊണ്ടിരുന്ന ആള് ഞാനായിരുന്നു. അപ്പൊ അദ്ദേഹം മുദ്രാവാക്യം വിളിക്കുന്നതിനിടയിൽ അദ്ദേഹത്തിന് ആ മുദ്രാവാക്യത്തിന്റെ ഈ ശൂരത പോരാന്ന് അദ്ദേഹത്തിന് തോന്നിക്കാണണം. അദ്ദേഹത്തിന്റെ കൈപ്പടയിൽ തന്നെ എഴുതിയ മുദ്രാവാക്യം എനിക്ക് എഴുതി തന്നിട്ട് പറഞ്ഞു, ഇങ്ങനെ ഈ മുദ്രാവാക്യം വിളിക്കണം എന്ന് പറഞ്ഞ് അദ്ദേഹം എഴുതി തന്ന മുദ്രാവാക്യം ഞാൻ എന്റെ കയ്യിൽ സൂക്ഷിച്ചു വെച്ചിരുന്നു കുറെ കാലങ്ങളോളം. കാരണം അത്രയും സമരത്തിന്റെ ഓരോ സന്ദർഭങ്ങളെയും അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ആവേശഭരിതമാക്കാൻ കഴിയുന്ന ഒരു നേതാവായിരുന്നു VS. ഒരു കാലഘട്ടത്തിൽ VSനെ സംബന്ധിച്ച് പല നെഗറ്റീവായിട്ടുള്ള ചർച്ചകൾ നടന്ന VS ആണ് പിന്നീട് ഈ കേരളത്തിലെ കുഞ്ഞുകുട്ടി പ്രായം ചെന്നവർ ഉൾപ്പെടെയുള്ള എല്ലാവരും ഒരുപോലെ അംഗീകരിക്കുന്ന ഒരു വിപ്ലവകാരിയായിട്ട് അദ്ദേഹം മാറാൻ കഴിഞ്ഞത് അദ്ദേഹത്തിന്റെ ദൃഢനിശ്ചയവും മാറാത്ത അഭിപ്രായ ദൃഢതയും ഏത് സമരത്തിന് മുമ്പിലും അടിപതറാതെ നിൽക്കാൻ കഴിയുന്ന അദ്ദേഹത്തിന്റെ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന നിലയിലുള്ള അദ്ദേഹത്തിന്റെ ഒരു ഡിറ്റർമിനേഷൻ ആയിരുന്നു. നമ്മളെല്ലാം ആകർഷിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായിരുന്നു. അദ്ദേഹത്തിന് ഒരുപാട് എതിർപ്പുകൾ നേടേണ്ടി വന്നിട്ടുണ്ട്. ആ എതിർപ്പുകളെല്ലാം തൃണവൽക്കരിച്ചുകൊണ്ട് പോകാൻ അദ്ദേഹത്തെ സഹായിച്ചിട്ടുള്ളത് അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസമാണ്. ആ ആത്മവിശ്വാസം അദ്ദേഹത്തിൽ മാത്രം ഒരുക്കി നിർത്തിയതല്ല, അദ്ദേഹത്തിന്റെ ഒപ്പം നിൽക്കുന്ന, അദ്ദേഹം നയിക്കുന്ന ഒരു പ്രസ്ഥാനത്തെ, അദ്ദേഹത്തിന്റെ ഒപ്പം നിൽക്കുന്ന ഇടതുപക്ഷ പ്രസ്ഥാനത്തിനകത്തേക്ക് കൂടി ആ ആത്മവിശ്വാസം പകർന്നു നൽകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ് നേതാവ് എന്ന നിലയിൽ അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന ഏറ്റവും വലിയ ആകർഷണീയത എന്നാണ് എനിക്ക് തോന്നിയത്. നിയമസഭ സ്തംഭിപ്പിച്ച ഒരു വലിയ സമരം തിരുവനന്തപുരത്ത് നടന്ന സന്ദർഭം ഞാൻ ആലോചിക്കുകയാണ്. 10,000-കണക്കിന് ആളുകൾ നിയമസഭയ്ക്ക് ചുറ്റും തടിച്ചുകൂടി നിന്നിരുന്ന ആ സമയത്ത് ആ സമരത്തെ ഏറ്റവും ഭംഗിയായി, ഒരുപക്ഷെ ആ സമരം ഏത് സമയത്ത് വേണമെങ്കിലും പൊട്ടി തെറിക്കാവുന്ന സമരമാണ് പോലും, അതിനെ വളരെ കൃത്യതയോടുകൂടി അതിനെ പരിപാലിച്ച് ആ സമരത്തെ മുന്നോട്ട് കൊണ്ടുപോകാനും ആ സമരത്തെ നയിക്കാനും VS കാണിച്ചിട്ടുള്ള ആ ഒരു അതീവ പാഠവത്വം എന്ന് പറയുന്നത് ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ സംബന്ധിച്ചിടത്തോളം നിരവധിയായ സമരമുഖങ്ങളിലൂടെ കടന്നു വന്നതിന്റെ അനുഭവ പരിജ്ഞതയുള്ള ഒരു വ്യക്തിക്ക് മാത്രം ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണ് VSനെ പോലെയുള്ള ആളുകൾ ഓരോ സന്ദർഭങ്ങളിലും ഓരോ സമരമുഖങ്ങളിലും അദ്ദേഹം കാണിച്ചിട്ടുള്ള ആ ധീരത എന്ന് പറയുന്നത്. നമുക്ക് VSനെ പറ്റി ഓർക്കുമ്പോൾ, അദ്ദേഹത്തെ പറ്റി പറയുമ്പോൾ സമരങ്ങളെ പറ്റിയും അദ്ദേഹത്തിന്റെ നിലപാടുകളെ പറ്റിയാണ് നമുക്ക് ഓർപ്പ് വരുന്നത്. അല്ലാതെ നമ്മളെ ഏതെങ്കിലും രീതിയിൽ മറ്റേതെങ്കിലും രീതിയിൽ പറഞ്ഞ കാര്യങ്ങളെ പറ്റിയൊന്നുമല്ല നമുക്ക് ഓർമ്മ വരുന്നത്. അദ്ദേഹം സമരം നടത്തിയത്, അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രക്ഷോഭങ്ങളുടെ പ്രത്യേകതകൾ ഒക്കെയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അധികം ഓർമ്മ വരുന്ന കാര്യം. വ്യക്തിപരമായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പൊ എന്റെ വീട്ടിൽ തന്നെ പല സന്ദർഭങ്ങളിലും, എന്റെ വീട്ടിലെ കല്യാണങ്ങൾക്കാണെങ്കിലും മറ്റു പരിപാടികൾക്കാണെങ്കിലും എത്ര ഒഴിവില്ലെങ്കിൽ പോലും അദ്ദേഹം അതിന് സമയം കണ്ടെത്തി വന്നിട്ടുള്ള ഓർമ്മകൾ എനിക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല. വളരെയധികം വാത്സല്യം അദ്ദേഹം എന്നോട് കാണിച്ചിരുന്നു എന്നുള്ളതും എന്നെ സംബന്ധിച്ച് രാഷ്ട്രീയ പ്രവർത്തനം എന്ന നിലയിൽ VS എന്നോട് കാണിച്ചിട്ടുള്ള വാത്സല്യത്തോടും സ്നേഹത്തോടും എനിക്കൊരിക്കലും മറക്കാൻ കഴിയുന്ന കാര്യങ്ങളല്ല.
എനിക്ക് എന്റെ ഒരുപക്ഷെ ഒരു ഒരു പൊതുപ്രവർത്തനം എന്ന നിലയിൽ, ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനം എന്ന നിലയിൽ അദ്ദേഹം എന്റെ പാർട്ടി വേറെയാണ്, അദ്ദേഹത്തിന്റെ പാർട്ടി വേറെയാണ്. പക്ഷെ നിയമസഭയില് പ്രതിപക്ഷത്തിരിക്കുന്ന സമയത്ത് ഞങ്ങൾ ഒരിക്കലും CPI എന്നോ CPM എന്നോ വ്യത്യാസമില്ലാതെ ഒറ്റക്കെട്ടായി ഒറ്റ പാർട്ടിയെ പോലെ പ്രവർത്തിപ്പിക്കാൻ കഴിയുന്നതിൽ VS അതുപോലെ പൊടിയേരി ബാലകൃഷ്ണൻ വഹിച്ച പങ്കുകൊണ്ട് വലുതാണ്. ഞങ്ങൾ എല്ലാ ദിവസവും നിയമസഭ കൂടുന്ന ദിവസങ്ങളിൽ VSന്റെ മുറിയിലിരുന്നാണ് അന്നത്തെ പ്രതിപക്ഷം എന്തൊക്കെ ചെയ്യണമെന്നതിനെ പറ്റിയിട്ടുള്ള പരിപാടികൾ പ്ലാൻ ചെയ്യാറുള്ളത്. അപ്പൊ VS ആ കസാരയിൽ ഇങ്ങനെ ചാരി ഇരുന്നുകൊണ്ട് അദ്ദേഹം നൽകുന്ന നിർദ്ദേശങ്ങൾ ശ്രോതാക്കൾ പറയുന്ന സാഗൂതം കേട്ട ശേഷം അദ്ദേഹത്തിന്റെ പ്രത്യേകമായ സ്വരത്തിലും താളത്തിലും നൽകുന്ന നിർദ്ദേശങ്ങൾ എന്ന് പറയുന്നത് ഞങ്ങളെല്ലാവരും കാതോർത്തിരുന്ന കാര്യങ്ങളായിരുന്നു. ആ നിർദ്ദേശം വന്നു കഴിഞ്ഞാൽ പിന്നെ വേറെ ചർച്ചകളില്ല. VS പറഞ്ഞതാണ് പിന്നെ അവിടുത്തെ ഏറ്റവും വലിയ കാര്യം. ആ രൂപത്തിൽ ഈ കേരളത്തെ മുഴുവൻ നയിക്കാൻ കഴിഞ്ഞ മറ്റൊരു നേതാവ് ഉണ്ടായിരുന്നു എന്നെനിക്ക് തോന്നുന്നില്ല. VS അദ്ദേഹത്തിന്റെ ജീവിതം ജീവിച്ചു തീർത്തത് അദ്ദേഹം കേവലം ഒരു 100 വയസ്സ് വരെ ജീവിക്കുക എന്ന ഒരു ഇതിന്റെ പേരിൽ മാത്രമല്ല, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആരോഗ്യം ആ നിലയിൽ 100 വയസ്സ് വരെ 101 വയസ്സ് വരെ ജീവിപ്പിക്കാൻ കഴിയുന്ന രീതിയിൽ അദ്ദേഹത്തിന്റെ ശരീരം പരിപാലിച്ചു പോയി എന്നതിനേക്കാൾ അപ്പുറത്ത് ആ 100-100-100-ലധികം വർഷം അദ്ദേഹം ജീവിച്ചത് ഈ നാട്ടിലെ പാവപ്പെട്ടവർക്ക് വേണ്ടിയായിരുന്നു. സത്യത്തിനും നീതിക്കും വേണ്ടി നിലകൊണ്ട ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന നിലയിൽ VS എല്ലാ കാലത്തും സ്മരിക്കപ്പെടുന്ന ഒരു പൊതുപ്രവർത്തകനും ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിരിക്കും. യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. അദ്ദേഹത്തിന്റെ വേർപാട് എന്ന് പറയുന്നത് കേരള രാഷ്ട്രീയത്തിൽ ഒരു യുഗം അവസാനിച്ചതിന് തുല്യമാണ്. നമ്മുടെ കേരളത്തിൽ പല നേതാക്കന്മാരും മരണപ്പെട്ടു പോകുമ്പോഴൊക്കെ നമുക്ക് പറയാനുള്ള വാക്കുകൾ ഇതൊക്കെ തന്നെയായിരിക്കാം. പക്ഷെ ഓരോ നേതാക്കന്മാർക്കും അവരവരുടേതായ വഴികളും അവരവരുടേതായ രീതികളും അവരുടെ പ്രത്യേകതകളും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ VSന്റേതായിട്ടുള്ള ചില പ്രത്യേകതകളും പ്രാധാന്യവും വേറിട്ട ചില രീതികളും ഉണ്ടായതുകൊണ്ടാണ് നമ്മൾ VSനെ പറ്റി നമ്മൾ അങ്ങനെ പറയുന്നത്. VS അച്യുതാനന്ദന് തുല്യമായിട്ട് VS അച്യുതാനന്ദൻ മാത്രമേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹത്തിന്റെ വേർപാട് അങ്ങേയറ്റം വേദനാജനകമായിട്ടുള്ള ഒന്നാണ്. തീർച്ചയായിട്ടും അദ്ദേഹത്തെ കാണാൻ വേണ്ടി കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ ആശുപത്രിയിൽ ഞാൻ പോയിരുന്നു. ഇപ്പൊ ഉടനെ തന്നെ ഇന്ന് ഏത് ട്രെയിനാണ് കിട്ടുന്ന ആ ട്രെയിൻ കയറി തിരുവനന്തപുരത്തേക്ക് പോകാനാണ് ഞാനിപ്പോ തയ്യാറായി നിൽക്കുന്നത്. നന്ദി സുനിൽകുമാർ. അദ്ദേഹത്തിന്റെ വിയോഗത്തിൽ ശ്രേഷ്ഠമായ നിരവധി ഓർമ്മകൾ പങ്കുവച്ചതിന്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കാർക്കശ മതിലുകളെ പൊളിച്ചടുക്കിയ VSന്റെ ജീവിതം സമരതീക്ഷണമായിരുന്നു. കടുത്ത ദാരിദ്ര്യത്തിൽ കെട്ടിപ്പൊക്കിയതായിരുന്നു അദ്ദേഹത്തിന്റെ
പോകാത്ത വിപ്ലവത്തിന്റെ ഓർമ്മകൾക്കൊപ്പമാണ്. ന്യൂസ് ഡെസ്ക് TCV. മുൻ മുഖ്യമന്ത്രിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവുമായ VS അച്യുതാനന്ദൻ വിടവാങ്ങി. കൂടുതൽ വിവരങ്ങളുമായി ഡെസ്കിൽ നിന്ന് ലിബീഷ് ചേരുന്നു. VSന്റെ ഭൗതികദേഹം ഇപ്പോഴും പട്ടം SUT ആശുപത്രിയിലാണുള്ളത്. അല്പസമയത്തിനകം തന്നെ CPMന്റെ പഴയ ആസ്ഥാനമായ AKG സെൻറ്ററിലേക്ക് മൃതദേഹം കൊണ്ടുപോകും. അവിടെ പൊതുദർശനത്തിന് വയ്ക്കും. VS ഒരുപാട് കാലം അദ്ദേഹത്തിൻ്റെ കർമ്മമേഖലയാക്കിയ പാർട്ടി ആസ്ഥാനത്തേക്കാണ് ആദ്യം മൃതദേഹം കൊണ്ടുപോകുന്നത്. ഒരുപാട് ആശയ സമരങ്ങൾക്ക് അദ്ദേഹം അവിടെ നിന്ന് തുടക്കം കുറിച്ചിരുന്നു. പാർട്ടിയെ നയിച്ച ആ ആസ്ഥാന മന്ദിരത്തിലേക്ക് തന്നെയാണ് കൊണ്ടുപോകുന്നത്. CPM അതിന് നേരെ എതിർവശത്തായി പുതിയൊരു ആസ്ഥാന മന്ദിരം പണിതിരുന്നു. എന്നാൽ പഴയ AKG സെൻറ്ററിലേക്കാണ് മൃതദേഹം കൊണ്ടുപോകുന്നത്. അവിടെ പാർട്ടി പ്രവർത്തകർക്കും നേതാക്കൾക്കുമൊക്കെ അന്തിമോപചാരം അർപ്പിക്കാം. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ തിരുവനന്തപുരത്ത് വസതിയിലേക്ക് കൊണ്ടുപോകും. നാളെ സെക്രട്ടേറിയറ്റിലെ ദർബാർ ഹാളിൽ മൃതദേഹം പൊതുദർശനത്തിന് വയ്ക്കും. തുടർന്ന് ഉച്ച കഴിഞ്ഞ് ആലപ്പുഴയിലേക്ക് ദേശീയപാത വഴി കൊണ്ടുപോകും. ആലപ്പുഴ പാർട്ടി ഓഫീസിൽ പൊതുദർശനമുണ്ടാകും. അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്കും മൃതദേഹം കൊണ്ടുപോകും. ബുധനാഴ്ചയാണ് ആലപ്പുഴ വലിയ ചുടുകാട്ടിൽ സംസ്കാരം നിശ്ചയിച്ചിരിക്കുന്നത്. നമുക്കറിയാം, കേരളം ഒരുപാട് രാഷ്ട്രീയ നേതാക്കന്മാർക്ക് വളരെ വികാരനിർഭരമായ യാത്രാമൊഴി ഏകിയിട്ടുണ്ട്. AKGക്ക്, EMSന്, EK നായനാർക്ക്, K കരുണാകരന്, ഉമ്മൻചാണ്ടിക്ക്, അങ്ങനെ അതുപോലെ കേരള ജനതയുടെ മനസ്സിൽ കുടിയേറിയ ഒരു നേതാവിന് അദ്ദേഹത്തിന് തീർച്ചയായിട്ടും വളരെ വികാരനിർഭരമായൊരു യാത്രാമൊഴിയായിരിക്കും കേരളം നൽകുക എന്നുള്ളൊരു കാര്യത്തിൽ സംശയമില്ല. നേരത്തെ നമ്മളുടെ റിപ്പോർട്ടുകളിലൊക്കെ കണ്ടതുപോലെ കണ്ണേ കരളേ VSA എന്ന മുദ്രാവാക്യം ഇനിയും കേരളത്തിൻ്റെ തെരുവുകളിൽ ഉയരാൻ പോകുന്ന മുഹൂർത്തങ്ങൾ അല്ലെങ്കിൽ അത്തരം വേളകളാണ് വരാനിരിക്കുന്നത്. കാരണം അത്രയേറെ ജനങ്ങളുടെ ഹൃദയത്തിൽ കുടിയേറിയ ഒരു നേതാവാണ് VS അച്യുതാനന്ദൻ. പല ഘട്ടങ്ങളിലൂടെ കടന്നുപോയ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രം തന്നെയാണ് അടയാളപ്പെടുത്തിയിരിക്കുന്നത്. 102ാമത്തെ വയസ്സിലാണ് VS അച്യുതാനന്ദൻ വിടവാങ്ങിയിരിക്കുന്നത്. ഈ കാലഘട്ടത്തിനിടയിൽ അദ്ദേഹം നടന്നു തീർത്ത വഴികളെല്ലാം തന്നെ കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രം അടയാളപ്പെടുത്തിയാണ് കടന്നുപോയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ബാല്യകാലത്തെക്കുറിച്ചുള്ള റിപ്പോർട്ടുകളെല്ലാം നമ്മൾ കണ്ടു. ഒരുപാട് കഷ്ടപ്പാടുകൾ നിറഞ്ഞ ബാല്യകാലത്തിലൂടെ കടന്നു വന്ന VS അച്യുതാനന്ദൻ പിന്നീട് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലേക്ക് ആകൃഷ്ടനായി. ആ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ജീവനാഡിയായി VS മാറി. നിർഭയത്വമായിരുന്നു എന്നും VS അച്യുതാനന്ദൻ്റെ ഒരു മുഖമുദ്രയായി നമുക്ക് എടുത്തു പറയാൻ കഴിയുന്ന സവിശേഷത. അദ്ദേഹം എടുക്കുന്ന നിലപാടുകൾക്ക് വേണ്ടി ഏതറ്റം വരെയും പോകാൻ തയ്യാറായ ഒരു ജനനേതാവ് തന്നെയായിരുന്നു VS അച്യുതാനന്ദൻ. അത് അദ്ദേഹത്തിൻ്റെ തുടക്കം മുതലുള്ള രാഷ്ട്രീയ കാലഘട്ടം വിലയിരുത്തുമ്പോൾ നമുക്ക് മനസ്സിലാകും. പുന്നപ്ര വയലാറിൻ്റെ ചോര വീണ മണ്ണിൽ നിന്ന് ഉയർന്നു വന്ന ഒരു പൂമരം എന്ന് തന്നെ VS അച്യുതാനന്ദനെ വിശേഷിപ്പിക്കുന്നതിൽ ഒരു അതിശയോക്തിയുമില്ല. അങ്ങനെ അത്ര രക്തരൂഷിതമായ ഒരു സമരത്തിലൂടെ കടന്നു വന്ന VS അച്യുതാനന്ദൻ സ്വാഭാവികമായും ആദ്യ കാലഘട്ടങ്ങളിൽ അദ്ദേഹം ഒരു പാർട്ടിയുടെ ചട്ടക്കൂടുകൾക്കുള്ളിൽ നിന്നുകൊണ്ട് കൃത്യമായ കമ്മ്യൂണിസ്റ്റ് രീതികൾ അടയാളപ്പെടുത്തി തന്നെയാണ് മുന്നോട്ട് പോയത്. അങ്ങനെ ഒരു ജനകീയ പരിവേഷം VS അച്യുതാനന്ദൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൻ്റെ തുടക്കകാലത്ത് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. പലപ്പോഴും പാർട്ടിയുടെ കാർക്കശ്യമായ ചട്ടക്കൂടുകൾക്കുള്ളിൽ നിന്നു തന്നെ ആ പ്രത്യയശാസ്ത്ര നിലപാടുകൾക്കൊപ്പം സഞ്ചരിച്ചു തന്നെ VS അച്യുതാനന്ദൻ പാർട്ടിയെ നയിക്കുകയുണ്ടായി. അതോടൊപ്പം തന്നെയാണ് അദ്ദേഹം എടുത്ത ചില നിലപാടുകൾ, പ്രത്യേകിച്ച് വെട്ടിനിരത്തൽ സമരം പോലുള്ള ചില കാര്യങ്ങളിലൊക്കെ പല രീതിയിലുള്ള എതിർപ്പുകൾ ഉയർന്നു വന്നു. അങ്ങനെ ആ രീതിയിൽ നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആദ്യകാല രാഷ്ട്രീയ പ്രവർത്തന കാലത്ത് ആ രീതിയിലൊരു ജനകീയത ഉണ്ടായില്ല എന്ന് തന്നെ നമുക്ക് വിലയിരുത്താം. എന്നാൽ അതിനുശേഷം VS അച്യുതാനന്ദൻ പിന്നീട് 2000 മുതൽ 2006 കാലഘട്ടങ്ങളിൽ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവായതോടുകൂടി VS അച്യുതാനന്ദനിൽ വലിയൊരു മാറ്റം നമ്മൾ കാണുകയാണ്. VS അച്യുതാനന്ദൻ കേരളത്തിൻ്റെ എല്ലാവിധത്തിലുള്ള ജനകീയ പ്രശ്നങ്ങളിലും ഇടപെടുന്ന ഒരു പ്രതിപക്ഷ നേതാവായി VS അച്യുതാനന്ദൻ മാറി. സകല രീതിയിലുള്ള അഴിമതികൾക്കെതിരെയും ശബ്ദിക്കുന്ന ഒരു മുഖമായി VS അച്യുതാനന്ദൻ മാറുന്നൊരു കാഴ്ച കണ്ടു. ഭൂമി കയ്യേറ്റങ്ങൾക്കെതിരെ, അതോടൊപ്പം തന്നെ സ്ത്രീ പീഡനങ്ങൾക്കെതിരെയൊക്കെ അതിശക്തമായ നിലപാടെടുത്ത VS അച്യുതാനന്ദൻ വളരെ വേഗമാണ് കേരള ജനതയുടെ മനസ്സിലൊരു അദ്ദേഹം ഒരു പ്രിയങ്കരനായി മാറിയത്. അങ്ങനെ വലിയ രീതിയിലുള്ളൊരു മാറ്റം VS അച്യുതാനന്ദനിൽ കണ്ടു. പിന്നീട് അദ്ദേഹം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആയപ്പോഴും ആ രീതിയിൽ തന്നെയാണ് VSൻ്റെ ഒരു ശൈലി മുന്നോട്ട് കൊണ്ടുപോയത്. അങ്ങനെ വളരെ കർക്കശനായൊരു കമ്മ്യൂണിസ്റ്റ് നേതാവിൽ നിന്നും വളരെ ജനകീയനായ ഒരു മുഖ്യമന്ത്രിയിലേക്കും ഒരു രാഷ്ട്രീയ നേതാവിലേക്കുമുള്ള ഒരു പരിവർത്തനം VSൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലുടനീളം നമ്മൾ കണ്ടതാണ്. അങ്ങനെയുള്ളൊരു VS അച്യുതാനന്ദനാണ് പിന്നീട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി മാറിയത്. ആ മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴും അദ്ദേഹം തന്നെ നിലപാടുകളിൽ ഒരിക്കലും വിട്ടുവീഴ്ച ചെയ്തിട്ടില്ല. VS അച്യുതാനന്ദന് പലപ്പോഴും പാർട്ടിയുമായി എന്നും ഒരു അദ്ദേഹം കലഹിച്ച് തന്നെ മുന്നോട്ട് പോയിരുന്നു. പാർട്ടിയുമായി വിയോജിക്കേണ്ട ഘട്ടങ്ങളിലെല്ലാം തന്നെ തൻ്റെ വിയോജിപ്പ് ലിബീഷ് ക്ഷമിക്കണം. നിലവിൽ ഇപ്പോൾ CPM ജില്ലാ സെക്രട്ടറി KB അബ്ദുൾ ഖാദർ നമ്മോടൊപ്പം ചേരുന്നു.
CPIM-ന്റെ തൃശൂർ ജില്ലാ കമ്മിറ്റി VS-ന്റെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തുന്നു. തൃശൂർ ജില്ലയിലെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ ജില്ലാ പാർട്ടി പ്രതിസന്ധി നേരിട്ട ഘട്ടങ്ങളിൽ പാർട്ടിയെ കൈപിടിച്ച് മുന്നോട്ട് നയിക്കുന്നതിൽ ഉജ്ജ്വലമായ സംഭാവനയാണ് VS നൽകിയിട്ടുള്ളത്. അദ്ദേഹം പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന 1980 മുതൽ ഉള്ള ഘട്ടത്തിൽ പല സന്ദർഭങ്ങളിലും പാർട്ടി ശത്രുക്കളിൽ നിന്ന് വലിയ കടന്നാക്രമണങ്ങൾ നേരിട്ടിട്ടുണ്ട്. ആ ഘട്ടങ്ങളിലെല്ലാം തൃശൂർ ജില്ലയിലെ പാർട്ടിയെ മുന്നോട്ട് നയിക്കുന്നതിൽ അദ്ദേഹം നൽകിയിട്ടുള്ള സംഭാവനകളും സേവനങ്ങളും ഈ ജില്ലയിലെ പാർട്ടിക്ക് ഒരിക്കലും മറക്കാൻ കഴിയുന്നതല്ല. തൃശൂർ ജില്ലയുടെ ഗ്രാമ നഗര വ്യത്യാസമില്ലാതെ എല്ലാ മേഖലയിലെയും ജനങ്ങളുമായും പാർട്ടി പ്രവർത്തകരുമായിട്ടും അദ്ദേഹത്തിനുണ്ടായിരുന്ന ബന്ധം വളരെ ശക്തമായിരുന്നു. വളരെ സാധാരണ പ്രവർത്തകരുമായിട്ട് ഉൾപ്പെടെ വ്യക്തിബന്ധമുണ്ടായിരുന്ന നേതാവായിരുന്നു VS. പ്രാദേശിക പ്രശ്നങ്ങളിൽ ഉൾപ്പെടെ ഇടപെടുകയും ആ പ്രശ്നങ്ങൾ സംസ്ഥാന നിയമസഭയുടെയും സമൂഹത്തിന്റെയും ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നതിന് അദ്ദേഹം വളരെ വലിയ ഇടപെടലുകൾ നടത്തുകയുണ്ടായിട്ടുണ്ട്. അത് കാർഷിക മേഖലയിലെ പ്രശ്നങ്ങളായാലും തൊഴിലാളികൾ നേരിടുന്ന പ്രശ്നങ്ങളായാലും എല്ലാം തന്നെ ആ ഇടപെടൽ വളരെ പ്രധാനപ്പെട്ടതാണ്. 1980-കളിൽ DYFI തൃശൂരിൽ നടത്തിയ കളക്ടറേറ്റ് മാർച്ച് പോലീസിന്റെ ഭീകരമായ അതിക്രമങ്ങൾക്കിരയായി. അന്ന് തൃശൂരിൽ ഓടിയെത്തി യുവജന പ്രസ്ഥാനത്തെയും നേതാക്കളെയും എല്ലാം സമാശ്വസിപ്പിക്കുന്നതിന് VK നായനാർക്കൊപ്പം ഓടിയെത്തിയ നേതാവായിരുന്നു VS. എത്രയെത്ര സന്ദർഭങ്ങളിൽ ഞങ്ങളുടെ മുൻ തലമുറയ്ക്കും ഞങ്ങളുടെ ശേഷമുള്ള തലമുറയ്ക്കുമെല്ലാം തന്നെ സമരഭരിതമായ ഓർമ്മകളാണ് VS എന്ന ദ്വയാക്ഷരം. പുന്നപ്രവയലാർ സമരത്തിന്റെ ഉജ്ജ്വലനായ ആ നായകൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ ഈ ജില്ലയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് നൽകിയിട്ടുള്ള സംഭാവനകളും വളരെ പ്രധാനപ്പെട്ടതാണ്. അദ്ദേഹത്തിന്റെ ഒരിക്കലും മരിക്കാത്ത ജ്വലിക്കുന്ന സ്മരണകൾക്ക് മുന്നിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. നന്ദി. CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ അദ്ദേഹത്തിന്റെ മികവുറ്റ ഓർമ്മകൾ, ശ്രേഷ്ഠമായ ഓർമ്മകൾ ഈ ഒരു സമയം പങ്കുവച്ചതിന്. അനുസ്മരിച്ചുകൊണ്ട് വീണ്ടും ലിബീഷ് ചേരുന്നു. ഞാൻ സൂചിപ്പിച്ചു വന്നത് VS-ന്റെ പ്രത്യയശാസ്ത്രപരമായ പോരാട്ടങ്ങളെക്കുറിച്ചും പാർട്ടിക്കകത്ത് അദ്ദേഹം ഉയർത്തിയ കലഹങ്ങളെക്കുറിച്ചുമായിരുന്നു. 1964 അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ദേശീയ കൗൺസിലിൽ നിന്നും ഇറങ്ങി വന്ന് CPM-ന് രൂപം കൊടുത്ത 32 നേതാക്കളിൽ ഒരാളായിരുന്നു VS അച്യുതാനന്ദൻ. അതിനുശേഷം CPM എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിനകത്ത് അദ്ദേഹം ഉയർത്തിവിട്ട കലഹങ്ങൾ അത് കേരള രാഷ്ട്രീയത്തിൻ്റെ കൂടി ചരിത്രമായിട്ട് തന്നെ നമ്മൾ വിലയിരുത്തേണ്ടി വരും. അങ്ങനെയുള്ള നിരവധി പ്രശ്നങ്ങളിൽ അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ എടുത്തു പോയപ്പോൾ പാർട്ടിക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത രീതിയിലേക്ക് ആ നിലപാടുകൾ വളർന്നു. അദ്ദേഹത്തെ CPM PBയിൽ നിന്ന് മാറ്റി നിർത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. VS-നൊപ്പം പിണറായി വിജയനെയും അന്ന് CPM PBയിൽ നിന്ന് ഒരു വേള മാറ്റി നിർത്തുന്ന ഒരു രാഷ്ട്രീയ ചരിത്രവും നമുക്ക് മുന്നിലുണ്ട്. അതായത് അദ്ദേഹം എടുക്കുന്ന നിലപാടുകൾക്ക് വേണ്ടി അത് പാർട്ടിയുടെ അച്ചടക്കത്തിനപ്പുറത്തേക്ക് തൻ്റെ നിലപാടുകൾ ശരിയെന്ന് ഉറപ്പിച്ചുകൊണ്ട് VS അച്യുതാനന്ദൻ അതിനുവേണ്ടി ഏതറ്റം വരെയും പോകാൻ തയ്യാറാകുന്നത് പലപ്പോഴും നമ്മൾ കണ്ടതാണ്. പാർട്ടിക്കകത്ത് അദ്ദേഹം ഉയർത്തിയിരിക്കുന്നത് പാർട്ടി സമ്മേളന വേദികളിൽ VS പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ട് വരാറുണ്ട്. CPM-ന്റെ പാലക്കാട് സംസ്ഥാന സമ്മേളനം തന്നെ വലിയ രീതിയിലുള്ള പൊട്ടിത്തെറികൾക്ക് വഴിവെച്ചിരുന്നു. അന്ന് CITU ഗ്രൂപ്പിനെതിരെ വളരെ ശക്തമായ നിലപാടാണ് VS അച്യുതാനന്ദൻ എടുത്തത്. അന്ന് VS അച്യുതാനന്ദനൊപ്പം തന്നെയായിരുന്നു പിണറായി വിജയൻ ഉണ്ടായിരുന്നത്. എന്നാൽ ആ CITU ഗ്രൂപ്പിനെതിരെ എടുത്ത നിലപാടുകൾക്ക് ശേഷം പിന്നീട് VS-നെ നമ്മൾ കാണുന്നത് പിണറായി വിജയൻ്റെ എതിർചേരിയിലാണ്. മലപ്പുറം സമ്മേളനം എത്തുമ്പോഴേക്കും പാർട്ടിയും VS-ഉം തമ്മിൽ പൂർണ്ണമായിട്ടും അകന്നു പോകുന്ന ഒരു കാഴ്ചയാണ് മലപ്പുറം സംസ്ഥാന സമ്മേളനത്തിൽ എത്തുമ്പോൾ കാണുന്നത്. മലപ്പുറം സംസ്ഥാന സമ്മേളനത്തിൽ മത്സരം നടന്നു. മത്സരിച്ച VS അച്യുതാനന്ദൻ്റെ പക്ഷക്കാരായ ആളുകൾക്ക് തോൽവി സംഭവിക്കുന്നു. അങ്ങനെ പാർട്ടിയുടെ വിഭാഗീയതയിൽ വലിയ രീതിയിലേക്ക്
ശൈലിയിലേക്കുള്ള ഒരു മാറ്റത്തിലേക്ക് മലപ്പുറം സമ്മേളനം വഴിവെക്കുന്നു. അതിനുശേഷം VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ സാധാരണ നമ്മൾ കാണുന്നതിൽ നിന്നും വ്യത്യസ്തമായ ഒരു രീതിയിലാണ് അന്ന് ഭരണം പോയിക്കൊണ്ടിരുന്നത്. സാധാരണ CPM ഭരണത്തിൽ അല്ലെങ്കിൽ LDF ഭരണത്തിലെത്തുമ്പോൾ AKG സെൻറ്ററിൽ നിന്നുള്ള കൃത്യമായൊരു നിയന്ത്രണം ഭരണത്തിൽ ഉണ്ടാവാറുണ്ടായിരുന്നു. എന്നാൽ VS അച്യുതാനന്ദൻ അദ്ദേഹത്തിൻ്റെതായ വഴിയിൽ മുന്നോട്ട് പോവുകയും പാർട്ടി സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയൻ അദ്ദേഹത്തിൻ്റെ മറ്റൊരു ശൈലിയിൽ മുന്നോട്ട് പോവുകയും ചെയ്തതോടെ പാർട്ടിയും ഭരണവും രണ്ട് വഴിക്ക് എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നത് പലപ്പോഴും നമ്മൾ കണ്ടതാണ്. എൻ്റെ വ്യക്തിപരമായ അനുഭവത്തിൽ തിരുവനന്തപുരത്ത് ഒരു മാധ്യമപ്രവർത്തകനായിരിക്കുമ്പോൾ VSൻ്റെ വാർത്താ സമ്മേളനങ്ങളൊക്കെ വലിയ രീതിയിലുള്ള മാധ്യമ ശ്രദ്ധ നേടുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളന ഹാൾ തിങ്ങി നിറഞ്ഞ് മാധ്യമപ്രവർത്തകർ എത്തുമായിരുന്നു. അദ്ദേഹം മന്ത്രിസഭാ യോഗ തീരുമാനങ്ങൾ സ്വാഭാവികമായിട്ടും മുഖ്യമന്ത്രി വിശദീകരിക്കുന്ന പോലെ വിശദീകരിക്കും. അതിനുശേഷം മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് VS പറയുന്ന ഓരോ മറുപടിയും അന്ന് കേരള രാഷ്ട്രീയത്തിൽ കോളിളക്കം സൃഷ്ടിച്ച പ്രസ്താവനകളായിരുന്നു. വാർത്താ സമ്മേളനം അവസാനിപ്പിച്ച ശേഷം നടന്നു നീങ്ങുന്ന VS അച്യുതാനന്ദൻ പിന്നീടും മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുമായിരുന്നു. അവസാനം VS പറയുന്ന മറുപടി വരെ അന്ന് മാധ്യമങ്ങളുടെ വലിയ തലക്കെട്ടുകളായി മാറുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. അങ്ങനെ കേരള രാഷ്ട്രീയത്തെയും കേരളത്തിൻ്റെ CPM രാഷ്ട്രീയത്തെയും കൈവെള്ളയിലിട്ട് അമ്മാനമാടിയ ഒരു നേതാവായിരുന്നു VS അച്യുതാനന്ദൻ. VS അച്യുതാനന്ദനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ പോരാട്ടങ്ങൾ തന്നെയാണ് എന്നും എല്ലാവരുടെയും മനസ്സിലുണ്ടാവുക. മതികെട്ടാനിലെ ഭൂമി കയ്യേറ്റങ്ങൾക്കെതിരെ നടത്തിയ പോരാട്ടമായാലും അതോടൊപ്പം തന്നെ പെൺവാണിഭങ്ങൾക്കെതിരെ നടത്തിയ ആ പ്രതികൾക്കെതിരെ നടത്തിയ സന്ധിയില്ല സമരമായാൽ പോലും പരിസ്ഥിതിക്ക് വേണ്ടി നടത്തിയ പോരാട്ടങ്ങളായാൽ പോലും അങ്ങനെയുള്ള നിരവധി സമരമുഖങ്ങളിൽ VS എന്ന പട്ടാളത്തിൻ്റെ ഒരു ഒറ്റയാൾ പട്ടാളത്തിൻ്റെ അല്ലെങ്കിൽ പാർട്ടി അദ്ദേഹത്തോടൊപ്പം ഇല്ല എന്ന ആരോപണം നേരിടുമ്പോൾ പോലും VS അവിടെ ഉണ്ടായിരുന്നു. VS ഉണ്ടെങ്കിൽ VSന് പിന്നിൽ ജനങ്ങൾ ഉണ്ടാകുമെന്നുള്ളൊരു ബോധ്യമുണ്ടായിരുന്നു. ആ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് കേരള രാഷ്ട്രീയം ഒരുപാട് കാലം മുന്നോട്ട് പോയത്. മുഖ്യമന്ത്രി ആയപ്പോഴും VS അച്യുതാനന്ദൻ്റെ ആ ശൈലിയിൽ മാറ്റമുണ്ടായിട്ടില്ല. ആ ശൈലി അദ്ദേഹത്തെ ജനങ്ങളോട് കൂടുതൽ ചേർത്ത് നിർത്തിയിട്ടേ ഉള്ളൂ. ആ ചേർത്ത് നിർത്തലിൻ്റെ പ്രതിഫലനം പലപ്പോഴും നമ്മൾ കണ്ടതാണ്. VS എത്തുന്ന പൊതുയോഗങ്ങൾക്ക് എത്തുന്ന ജനക്കൂട്ടം തന്നെയായിരുന്നു അതിന് ഏറ്റവും വലിയ തെളിവ്. മുൻപ് EK നായനാർ ആകർഷിച്ചതുപോലെ CPM ഒരു ക്രൗഡ് പുള്ളർ നേതാവായി VS അച്യുതാനന്ദൻ മാറുകയായിരുന്നു. CPM-കാരല്ലാത്ത അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി LDF പ്രവർത്തകരല്ലാത്തവർ പോലും VS അച്യുതാനന്ദൻ്റെ പ്രസംഗം കേൾക്കാൻ എത്തുന്ന കാഴ്ച നമ്മൾ പലപ്പോഴും കണ്ടതാണ്. ആറ്റിക്കുറുക്കിയുള്ള വാക്കുകളിലൂടെ, അളന്നു തൂക്കിയുള്ള വാക്കുകളിലൂടെ, നീട്ടിയും കുറുക്കിയുമുള്ള പ്രയോഗങ്ങളിലൂടെ ഒക്കെ VS അച്യുതാനന്ദൻ തൊടുത്തുവിടുന്ന ആക്ഷേപ ഹാസ്യ ശരങ്ങളൊക്കെ തന്നെ രാഷ്ട്രീയ എതിരാളികൾക്ക് മേൽ പതിക്കുന്ന, കീറിമുറിക്കുന്ന കാഴ്ച കേരളം കണ്ടതാണ്. അത്രത്തോളം ആളുകളിലേക്ക് VS ഇറങ്ങിച്ചെല്ലുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രസംഗ ശൈലി അത് ജനങ്ങൾക്കിടയിൽ ആഴത്തിൽ വേരോടുകയായിരുന്നു. അങ്ങനെയൊക്കെ പണ്ടത്തെ ഒരു VSൽ നിന്നും കൃത്യമായ രീതിയിലുള്ള ഒരു മാറ്റത്തിലൂടെ ജനങ്ങൾക്കിടയിൽ അടയാളപ്പെടുത്തുന്ന ഒരു ശൈലിയിലേക്കുള്ള VS അച്യുതാനന്ദൻ്റെ ഒരു മാറ്റവും കേരള രാഷ്ട്രീയം ഈ കാലയളവിൽ കണ്ടതാണ്. അങ്ങനെ VSനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് ഇങ്ങനെ പറഞ്ഞു കൊണ്ടേയിരിക്കണം. സമരം തന്നെ ജീവിതം എന്ന അദ്ദേഹത്തിൻ്റെ ആത്മകഥ തന്നെ ഒരു കേരള രാഷ്ട്രീയത്തിൻ്റെ ഒരു ചരിത്രത്തെ, ഒരു കാലഘട്ടത്തെ അടയാളപ്പെടുത്തുന്നതാണ്. ആ യുഗ പുരുഷൻ എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന കേരള രാഷ്ട്രീയത്തിലെ അധികായം തന്നെയാണ് ഇവിടെ വാങ്ങിയിരിക്കുന്നത്. കണ്ണേ കരളെ VSA എന്ന മുദ്രാവാക്യം ഇനിയും കേരളത്തിൻ്റെ തെരുവുകളിൽ മുഴങ്ങുന്ന ആ കാലമാണ് അത്. VSനെ സംബന്ധിച്ചിടത്തോളം VSന് ഇഷ്ടപ്പെടുന്ന കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായ ഒരുപാട് ജനങ്ങൾ കേരളത്തിലുണ്ട്. ആ ജനങ്ങളുടെ ഒഴുക്ക് തന്നെയായിരിക്കും തീർച്ചയായിട്ടും നമുക്ക് കാണാൻ കഴിയുക. മുമ്പ് നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ സമീപകാലത്ത് ഉമ്മൻചാണ്ടിയുടെ സംസ്കാര വേളയിലൊക്കെ കണ്ട വലിയ രീതിയിലുള്ള ജനക്കൂട്ടം. അതിനു മുമ്പ് ലീഡർ K കരുണാകരൻ്റെയും EK നായനാരുടെയും EMSൻ്റെയും ഒക്കെ വിലാപയാത്രയിൽ ആളുകൾ വഴിയോരങ്ങളിലൊക്കെ രാത്രി വൈകുവോളം കാത്തിരുന്ന് ആ ജനനേതാക്കൾക്ക് അന്തിമോപചാരം അർപ്പിക്കുന്ന കാഴ്ചകൾ കേരളം മുഴുവൻ കണ്ടതാണ്. ആ സമാനമായ രീതിയിൽ തന്നെയായിരിക്കും VSന് കേരളം അന്ത്യാഭിവാദ്യം അർപ്പിക്കുക. ശരി ലിബീഷ്, കേരള ചരിത്രത്തോടൊപ്പം സഞ്ചരിച്ച ജീവിതം, ഉജ്ജ്വല സമരങ്ങൾ നയിച്ച് കേരളത്തിന് വഴികാട്ടിയ ജനകീയ നേതാവ്. ലിബീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രം രേഖപ്പെടുത്തിയിട്ടാണ് അദ്ദേഹം വിടവാങ്ങിയിരിക്കുന്നത്. VSനെ അനുസ്മരിച്ച് മുൻ നിയമസഭാ സ്പീക്കർ തേറമ്പിൽ രാമകൃഷ്ണൻ ചേരുന്നു.
കേരള രാഷ്ട്രീയത്തിലെ തന്നെ പഴക്കം ചെന്ന തലമുറയിലെ പ്രഗത്ഭനായ ഒരു നേതാവ് വി എസ് അച്യുതാനന്ദൻ കാലഘട്ടങ്ങളെ കോർത്തു ചേർത്ത വിധം സംസാരിക്കാനുമുള്ള അദ്ദേഹത്തിൻ്റെ പാടവം അത് വളരെ സവിശേഷമായ ഒന്നാണ്. നിയമസഭാ സാമാജികൻ എന്ന നിലയ്ക്കും സ്പീക്കർ എന്ന നിലയ്ക്കും അദ്ദേഹത്തോട് പരിചയപ്പെടാനും കൂടുതൽ അടുത്ത് പെരുമാറാനും കഴിഞ്ഞു. ഞാൻ സ്പീക്കറായിരിക്കുമ്പോൾ അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്നു. കാലുഷ്യം അതിലുണ്ടായിരുന്നില്ല, അത് നിലനിർത്തുകയും ചെയ്യില്ല. വിമർശനങ്ങൾ രാഷ്ട്രീയപരമായിരുന്നു, സൈദ്ധാന്തികമായിരുന്നു. വ്യക്തിപരമായ ആ ബന്ധം നിലനിർത്താൻ അദ്ദേഹം പ്രത്യേകം ശ്രദ്ധിച്ചു. നിരവധി ഓർമ്മകൾ അദ്ദേഹത്തെ പറ്റിയുണ്ട്. എല്ലാ കാര്യങ്ങളിലും സങ്കീർണമായ പ്രശ്നങ്ങളിൽ പരിഹാരം കാണേണ്ട സന്ദർഭം വരുമ്പോഴൊക്കെ സ്പീക്കർ എന്ന നിലയ്ക്ക് ഞാൻ മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശങ്ങളോട് പരമാവധി ചേർന്ന് പോകാനും പല സന്ദർഭങ്ങളിലും പ്രശ്നങ്ങളെ ഒഴിവാക്കാനും അദ്ദേഹം വളരെ അനുകൂലമായ സമീപനമാണ് എന്നും കാണിച്ചിട്ടുള്ളത്. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായൊരു കാര്യം, ഒരു പൊതുപരിപാടിയിൽ വെച്ച് തന്നെ അദ്ദേഹം പരസ്യമായി സ്പീക്കറായ എന്നെക്കുറിച്ച് വളരെ മതിപ്പോടുകൂടി സംസാരിച്ചു. കേട്ടവരൊക്കെ അത്ഭുതപ്പെട്ടു. വി എസിനെ പോലൊരാളെ മറ്റു പാർട്ടിയിൽപ്പെട്ടൊരു സ്പീക്കറെ പറ്റി ഇങ്ങനെ പരസ്യമായി കോംപ്ലിമെൻ്റ് ചെയ്യാമോ എന്ന് വരെ ആളുകൾ സംശയിച്ചു. വ്യക്തിപരമായി എനിക്ക് അഭിമാനകരമായ മുഹൂർത്തമായിരുന്നു. എൻ്റെ നിഷ്പക്ഷതയെപ്പറ്റി, എൻ്റെ സമീപനത്തെപ്പറ്റി, ശൈലിയെപ്പറ്റി നാട്ടുകാരുടെ മുമ്പിൽ പരസ്യമായി ഒരു പ്രതിപക്ഷ നേതാവ് പറയുക എന്നത്, കാര്യകാരണസഹിതം പറയുക എന്നത് വളരെ സന്തോഷകരമായൊരു കാര്യമാണ്. ഏതായാലും കേരളത്തിലെ കഴിഞ്ഞ കാലഘട്ടങ്ങളിലെ നീണ്ട കൊല്ലങ്ങളിൽ വി എസ് ചെയ്ത വലിയ സംഭാവനകൾ, ഏത് റോളിലും അദ്ദേഹം സ്വന്തമായ വ്യക്തിത്വം നിലനിർത്തി അങ്ങനെ കേരളത്തിൻ്റെ മുഴുവൻ നേതാവായി ഏത് പ്രശ്നങ്ങളിലും പ്രായോഗികമായ സമീപനമെടുത്ത് കാലുഷ്യമില്ലാതെ പെരുമാറുന്ന ആദർശധീരനായ വിപ്ലവകാരിയായ ഒരു ആളിനെ പറ്റിയുള്ള സ്മരണകൾ, ആബ്ദീപ്തമായ സ്മരണകൾക്ക് മുമ്പിൽ ഞാൻ നമോഭാഗം അർപ്പിക്കുന്നു. അദ്ദേഹമായുള്ള വിലയേറെ ഓർമ്മകൾ പങ്കുവച്ചതിന് നന്ദി മുൻ നിയമസഭാ സ്പീക്കർ തേറമ്പിൽ രാമകൃഷ്ണൻ. മുൻ മുഖ്യമന്ത്രിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവുമായ വി എസ് അച്യുതാനന്ദൻ അന്തരിച്ചു. 101 വയസ്സായിരുന്നു. കഴിഞ്ഞ 29 ദിവസമായി തിരുവനന്തപുരം SUT ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ഇന്ന് ഉച്ചകഴിഞ്ഞ് 3:20 അന്ത്യം. മുഖ്യമന്ത്രി പിണറായി വിജയൻ, CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ ആശുപത്രിയിൽ എത്തിയിരുന്നു. ഇന്ന് വൈകിട്ട് AKG പ്രധാന വാർത്തകൾ വീണ്ടും. മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദൻ അന്തരിച്ചു. 101 വയസ്സായിരുന്നു. തിരുവനന്തപുരത്തെ SUT ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് അന്ത്യം. സംസ്കാരം മറ്റന്നാൾ ആലപ്പുഴ വലിയ ചുടുകാട്ടിൽ നടക്കും. എല്ലാ പ്രശ്നങ്ങളിലും ബോധപൂർവം സംഘർഷമുണ്ടാക്കി രാഷ്ട്രീയ ലാഭം കൊയ്യാനാണ് യൂത്ത് കോൺഗ്രസിന്റെ ശ്രമമെന്ന് മന്ത്രി സജി ചെറിയാൻ. പ്രശ്നങ്ങളെ പക്വതയോടെ സമീപിക്കുന്നതാണ് സർക്കാർ നയമെന്നും മന്ത്രി.
പുതുക്കാട് ടച്ചിങ്സിനെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്ന് ബാർ ജീവനക്കാരനെ യുവാവ് കുത്തിക്കൊലപ്പെടുത്തി. എരുംപെട്ടി നെല്ലുവായ് സ്വദേശി ഹേമചന്ദ്രനാണ് കൊല്ലപ്പെട്ടത്. കൊടുങ്ങല്ലൂർ ഗുരുവായൂർ റൂട്ടിലെ സ്വകാര്യ ബസ് സമരം പിൻവലിച്ചു. എഡിഎമ്മുമായി നടത്തിയ ചർച്ചയെ തുടർന്നാണ് സമരം പിൻവലിച്ചത്. തിരുവില്ലാമല പഞ്ചായത്തിന്റെ ശുചിത്വ ഗ്രാമം പവിത്ര ഗ്രാമം പദ്ധതി പാളി. കുത്താമ്പുള്ളി കൈത്തറി ഗ്രാമത്തിൽ ജനവാസ കേന്ദ്രത്തിൽ മാലിന്യം കുമിഞ്ഞുകൂടുന്നു. തൃശൂരിൽ വന്യ കഞ്ചാവ് വേട്ട. വിൽപ്പനക്കായി എത്തിച്ച 3.5 കിലോ കഞ്ചാവുമായി ഒഡീഷ സ്വദേശി എക്സൈസിന്റെ പിടിയിൽ. സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പിൽ മാറ്റം. 3 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. ബംഗാൾ ഉൾക്കടലിൽ ആന്ധ്ര ഒഡീഷ തീരത്ത് ചക്രവാത ചുഴി രൂപപ്പെട്ടു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.